പ്രിയപ്പെട്ടവരെ, ഇത് പ്രഖ്യാപിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊരു തൗഹീദാണോ ഉൾക്കൊണ്ടത് അത് ഉൾക്കൊള്ളുമ്പോഴാണ് ആ റസൂലിനെ സ്നേഹിച്ചവനാവുക. എന്നാ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിനോ അവിടുത്തെ ഖുലഫാകളായ 4 ഖലീഫമാർക്കോ താബിഈകൾക്കോ ഒന്നുകൂടെ പറഞ്ഞാൽ 4 മദ്ഹബിന്റെ ഇമാമുകൾക്കോ പരിചയമില്ലാത്ത റബീഉൽ അവ്വൽ മാസത്തിൽ പ്രത്യേകം പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് നടത്തുന്ന ജന്മദിനമാഘോഷമുണ്ടല്ലോ, ആ ജന്മദിനമാഘോഷത്തിന്റെ റബീഉൽ അവ്വലിന്റെ റാലിയില്, ആ ജാഥയില് മുസ്ലിയാക്കന്മാര് സഹോദരങ്ങളെ മൈക്ക് കയ്യിൽ പിടിച്ചുകൊണ്ട് അങ്ങനെയതാ റസൂലിനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, തേടുകയാണ്, റസൂലിനോട് ഇസ്തിഹാസ നടത്തുകയാണ്. ഇത് പാവപ്പെട്ട ആളുകൾ ഏറ്റുപാടുന്നു, ആമീൻ ചൊല്ലുന്നു. ഇർതകബ്തു വലൽ ഖതാ ഗൈറ ഹസ്രിൻ വഹദദ ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. എന്താണ് പറയുന്നത്? കുറ്റമെന്ന വാഹനമിൽ അറ്റമില്ല ഞാൻ കേറി, തങ്ങളോടന്യായം ഞാൻ സയ്യിദി ഖൈറൻ നബി. ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് നബിയെ ഞാൻ. സഹോദരങ്ങളെ, ജീവിതത്തിൽ വന്നുപോയ അറിഞ്ഞും അറിയാതെയും അകപ്പെട്ടു പോയ പാപങ്ങൾ പുറത്തു തരുന്നവൻ അള്ളയാണ്. അതുകൊണ്ട് തന്നെ അള്ളാനോടാണ് നമ്മുടെ പാപഭാരം നമ്മൾ അവതരിപ്പിക്കേണ്ടത്, അവിടെയാണ് നമ്മൾ ഇറക്കി വെക്കേണ്ടത്. എന്നാൽ ഈസ നബിയെ വിളിച്ചുകൊണ്ട് ക്രൈസ്തവർ കുംഭസരിക്കുന്ന പോലെ മൗലിദിലൂടെ മുസ്ലിയാക്കന്മാര് പാമരായ ആളുകളെ കൊണ്ട് കുംഭസരിപ്പിക്കുന്നു എന്ന് വഫാത്തായ റസൂലിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, റസൂലേ ഞാനിതാ പാപമംഗലമായ വാഹനത്തിൽ യാത്ര ചെയ്യുകയാണ്, അങ്ങയോട് ഞാനിതാ അന്യായം പറയുന്നു. ഇമാം മുസ്ലിം ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസ്, 2ാം ഷാഫി എന്നറിയപ്പെടുന്ന നബവി എന്ന ഖോജ അവിടുത്തെ റിയാദുസ് സ്വാലിഹീനിൽ റസൂലുള്ളാഹി പഠിപ്പിച്ച വചനം കൊടുക്കുന്നു. സമസ്തയിലെ മദ്രസ പാഠപുസ്തകത്തിൽ വരെ ആ പ്രാർത്ഥന പഠിപ്പിച്ചിട്ടില്ലേ? അതിനെതിരല്ലേ സഹോദരങ്ങളെ ഇവിടെ ചെയ്യുന്നത്? എന്താ റസൂലുള്ളാഹി പഠിപ്പിച്ചത്? യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഏ സ്വഹാബത്തെ, ഏ മുസ്ലിമീങ്ങളെ, തൂബൂ ഇലല്ലാഹി വസ്തഗ്ഫിറൂ, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങൂ, അല്ലാഹുവിലേക്ക് നിങ്ങൾ ഖേദിച്ചു മടങ്ങൂ, ഇസ്തിഗ്ഫാർ നിങ്ങൾ റബ്ബിനോട് നടത്തൂ എന്ന് അള്ളാന്റെ ഹബീബ് പറഞ്ഞ ഹദീസ് ഇവിടെ ഉണ്ടായിരിക്കെ മൗലിദുകാരൻ പഠിപ്പിക്കുന്നു, മുസ്ലിയാക്കന്മാർ പാടി പഠിപ്പിക്കുന്നു എന്ത്? പാപം ഒരുപാട് ചെയ്തു പോയി നബിയെ ഞാൻ, അതുകൊണ്ട് അങ്ങയോട് ഞാൻ ഇതാ പാപമോചനം തേടുന്നു. ഇത് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. സഹോദരങ്ങളെ, ഖുർആൻ 39-ാം അധ്യായം സൂറത്ത് സുമർ 53-ാമത്തെ ആയത്ത് മറിച്ചോ അള്ളാഹു പറയുന്നത് സഹോദരങ്ങളെ അള്ളാനോട് തേടാനാണ്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിൻ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീആ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സ്വന്തം നഫ്സിനോട്, സ്വന്തം ആത്മാവിനോട് കണക്കല്ലാതെ പാപം ചെയ്തിട്ടുള്ള എന്റെ അടിമകളെ, അല്ലാഹുവാണ് നമ്മളെ വിളിക്കുന്നത്. ഈ വിളിക്കല്ലേ നമ്മൾ കാതുകൊടുക്കേണ്ടത്, ഈ വിളിയല്ലേ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ സ്വീകരിക്കേണ്ടത്, ഈ വിളിയുടെ പിന്നാലെയല്ലേ നമ്മൾ പോകേണ്ടത്. കാരണം നമ്മെ സൃഷ്ടിച്ച നാഥനല്ലേ നമ്മോട് പറയുന്നത്, അവന്റെ കലാമായ ഖുർആനിലല്ലേ പറയുന്നത്. സ്വന്തം നഫ്സിനോട് അങ്ങേറ്റം പാപം ചെയ്ത എന്റെ അടിമകള്, അള്ളാഹുവിന്റെ പാപമോചനത്തെ തൊട്ട് നിങ്ങൾ നിരാശരാകണ്ട. കുമ്പാരമായി നീ തെറ്റു ചെയ്താൽ തന്നെയോ നീട്ടുന്ന കൈ തട്ടാത്ത റബ്ബ പിന്നെയോ റബ്ബേ എനിക്കല്ലാതെ, എനിക്ക് നീയല്ലാതെ മറ്റാരുമില്ല എന്നും പറഞ്ഞു നീ തേടണം വല്ലാതെ. സഹോദരങ്ങളെ, എന്താണ് ഇവിടെ പറയുന്നത്? സ്വന്തം നഫ്സിനോട് ഏറ്റമേറ്റം തെറ്റുകൾ ചെയ്തിട്ടുള്ള അടിമകളെ വിളിച്ച് അല്ല പറയുകയാണ്, ലാ തഖ്നതൂ മിൻ റഹ്മത്തില്ലാഹ്, പാപമോചനത്തെ തൊട്ട് നിങ്ങൾ നിരാശരാകണ്ട. കാരണം ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു യഗ്ഫിറുദ്ദുനൂബ ജമീആ, അങ്ങേറ്റം പാപം പൊറുക്കുന്നവനാണ്. ഇത് അല്ലാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞതാ. അതുകൊണ്ടാണ് 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 186-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറഞ്ഞത്,
വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി ഫല്യസ്തജീബൂ ലീ. നബിയേ, എന്നെ കുറിച്ച് താങ്കളോട് ചോദിക്കുന്നു എന്റെ അടിമകൾ, പറഞ്ഞു കൊടുക്ക് താങ്കൾ അവരോട്. അല്ലാഹു എന്ന് പറഞ്ഞാൽ അവരുടെ സമീപസ്ഥനാണ്, അവരുടെ ദുആക്ക് ഉത്തരം നൽകാൻ അടുത്തു തന്നെ നിൽക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലോ അവിടുത്തെ മഹാന്മാരായ സ്വഹാബികളോ അല്ലാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് മൺമറഞ്ഞു പോയ ഏതെങ്കിലും ഒരു അമ്പിയായിനെയോ ഏതെങ്കിലും ഒരു ഔലിയാക്കന്മാരെയോ സ്വീകരിച്ചിട്ടില്ല. കെട്ടി ഉയർത്തപ്പെട്ട ഖബറുകളിലേക്ക് പോയിട്ട് ആ ഖബറാളി ഇടയിൽ വെച്ച് അല്ലാഹുവിലേക്ക് അടുത്തിട്ടില്ല. കാരണം അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്ത് ഖാഫിലൂടെ പഠിപ്പിക്കുന്നു, 16-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നു, വലഖദ് ഖലഖ്നൽ ഇൻസാന, തീർച്ചയായും മനുഷ്യനെ സൃഷ്ടിച്ചത് നാമാണ്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, അവന്റെ ഹൃദയം എന്താണോ മന്ത്രിക്കുന്നത് അത് നാം അറിയുന്നുണ്ട്. അല്ല പറയുകയാണ്, മാത്രമല്ല വനഹനു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, അവന്റെ കണ്ണനാടിയേക്കാൾ നാം അവനോട് അടുത്തു നിൽക്കുന്നവനാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നരമ്പാണ് സഹോദരങ്ങള്, ഈ ജീവനാടിയാണ് ഈ നരമ്പ്. ഈ നരമ്പ് അറുത്താ പിന്നെ നമുക്ക് ജീവനില്ല. ഇത് നമ്മുടെ ശരീരത്തിൽ എത്ര അടുത്താണോ അതിനേക്കാൾ അടുത്താണ് റബ്ബ് നിങ്ങളോട് എന്ന് അല്ല പറയുമ്പോ, ആ ഉറക്കമില്ലാത്ത മയക്കമില്ലാത്ത സദാ നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബിലേക്ക് പിന്നെ നമ്മൾ മറ്റു ആരെയെങ്കിലും വിളിക്കേണ്ടതുണ്ടോ, അടുപ്പിക്കേണ്ടതുണ്ടോ? ഇല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വിശ്വാസം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസമാണ്. എന്നാൽ ഇന്ന് മുസ്ലിം സമൂഹത്തിലെ പണ്ഡിത വേഷധാരികൾ അഥവാ മുസ്ലിയാക്കന്മാര് ഈ സമൂഹത്തിന് മുമ്പിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന വിശ്വാസം എന്താ? അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് ഈ അമ്പിയാക്കന്മാർ ഔലിയാക്കന്മാർ നമ്മെ സഹായിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് അവരോട് നമുക്ക് തേടാം, അവരോട് നമുക്ക് ഇസ്തിഹാസ നടത്താം, നമ്മുടെ ബുദ്ധിമുട്ടുകൾ അവരുടെ മുമ്പിൽ പറയാം. അതൊരിക്കലും തന്നെ കുഴപ്പമില്ല. ഈ വാദം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വാദമല്ല. ഈ വാദം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് കടന്നു വരുന്ന കാലത്ത് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ സ്വീകരിച്ച വാദമാണ്. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ, അബൂജഹൽ അടങ്ങുന്ന ആളുകൾ അല്ലാഹു ഇല്ലെന്ന് പറഞ്ഞവരല്ല, അല്ലാഹുവിനെ പോലെ കഴിവുള്ള ആളാണ് ഇബ്രാഹിം നബി എന്ന് പറഞ്ഞവരല്ല, അതുപോലെ തന്നെ ഞങ്ങൾ വിളിച്ചു തേടുന്ന ലാത്ത മനാത്ത ഹുബ്ബുൽ ഉസ്സ പോലെയുള്ള ഔലിയാക്കന്മാര് സ്വയം പര്യാപ്തരാണെന്ന് പറഞ്ഞവരല്ല, മറിച്ച് അല്ല കൊടുത്ത കഴിവിൽ നിന്ന് ഞങ്ങളെ സഹായിക്കുന്ന മഹാന്മാരാണ്, മഹത്തുക്കളാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവരിലൂടെ അല്ലാഹുവിലേക്ക് അടുക്കുന്നത് എന്തിനാണ്? ഞങ്ങൾ മദ്യപിക്കുന്നവരാണ്, ഞങ്ങൾ വ്യഭിചരിക്കുന്നവരാണ്, അതുപോലെ തന്നെ ഞങ്ങള് ഒരുപാട് പലിശക്ക് പണം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ആളുകളാണ്. അതുപോലെ ഞങ്ങൾ ഒരുപാട് ആളുകളെ കൊന്നിട്ടുണ്ട്, വ്യഭിചരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ചെയ്ത ഞങ്ങൾ നേരിട്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചാൽ, നേരിട്ട് അല്ലാഹുവിനോട് ഇസ്തിഹാസ ചെയ്താൽ അല്ലാഹു ഞങ്ങളുടെ കൈ തട്ടിക്കളയോ, അത് സ്വീകരിക്കുകയില്ല എന്ന് അവർ ചിന്തിക്കുകയും പിശാച് അവർക്ക് അങ്ങനെ ദുർബോധനം നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ, ആരാധിക്കാൻ വേണ്ടി പരിശുദ്ധമായ കഅബാലയം അല്ലാഹുവിന്റെ പ്രവാചകന്മാരിൽ പ്രഗൽഭനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം പടുത്തുയർത്തിയെങ്കിൽ അതേ കഅബാലയത്തിന്റെ ഉള്ളില് അവരുടെ കല്ലുകൾ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി, മഹാന്മാരായ സ്വാലിഹീങ്ങളുടെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി. സഹോദരങ്ങള്, അല്ലാഹുവിനോടും ദുആ ചെയ്യുന്നു, ഈ മഹാന്മാരോടും ദുആ ചെയ്യുന്നു. എന്താണ് അവര് അങ്ങനെ വിളിച്ചു തേടാനുള്ള കാരണം? ഇന്ന് ഒരു കെട്ടുയർത്തപ്പെട്ട ജാറത്തിൽ നിന്ന് കടന്നു വരുന്ന ഈ ബദവി ഷെയ്ഖിന്റെ മഖ്ബറയിൽ നിന്നോ, അതുപോലെ തന്നെ സഹോദരങ്ങള് ഈ രൂപത്തിൽ അപ്പവാണിബ ഷെയ്ഖിന്റെ മഖ്ബറയിൽ നിന്നോ, ഇടിയങ്ങര ഷെയ്ഖിന്റെ മഖ്ബറയിൽ നിന്നോ, മമ്പുറം മഖാമിൽ നിന്നോ ആ തങ്ങന്മാരോട് അല്ലെങ്കിൽ അവിടെയുള്ള ആ വ്യക്തികളോട് ജീവിതത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട, റബ്ബിന് മാത്രം നൽകാൻ കഴിവുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ പോയി കരഞ്ഞ് അഭ്യർത്ഥിച്ച് ചോദിച്ചു വരുന്ന ഒരു താത്തയോട് നിങ്ങൾ ചോദിക്ക്, ഒരു പാമരനായ ഒരു മുസൽമാനോട് നിങ്ങൾ ചോദിക്ക്, എന്തിനാണ് ഇത്താത്ത നിങ്ങൾ ഇടിയങ്ങര ഷെയ്ഖിന്റെ ഖബറിന്റെ അരികിൽ വന്നത്? ഖബർ സിയാറത്തിന്റെ സുന്നത്ത് കിട്ടാനാണോ? എന്തിനാണ് കാക്ക നിങ്ങൾ ഇവിടെ വന്നത്? ഖബർ സിയാറത്തിന്റെ സുന്നത്ത് കിട്ടാനാണോ?
ആ സുന്നത്തിനെ സ്നേഹിച്ചുകൊണ്ടാണോ? അല്ല. കാരണം ആ സുന്നത്തിനെ സ്നേഹിച്ചുകൊണ്ടാണെങ്കിൽ ഇങ്ങോട്ട് വരേണ്ടതില്ല. അവരവരുടെ മഹലിലുള്ള ജുമാഅത്ത് പള്ളിയിൽ വാപ്പാന്റെ ഉമ്മാന്റെ ജേട്ടന്റെ അനുജന്റെ സുഹൃത്തിന്റെ കൂട്ടുകാരന്റെ മയ്യത്ത് മറവ് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് പോകാം, അവർക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കാം. ആ ഖബർ സിയാറത്തിലൂടെ മരണചിന്തയും പരലോകബോധവുമാണ് ഉണ്ടാകുക. എന്നാൽ ഇവിടെ റിസ്ക് എടുത്ത് വന്ന് സഹോദരങ്ങളെ, ഇവിടുന്ന് ഒരുപാട് ആവലാദികൾ പറഞ്ഞു പോകുന്ന ആളോട് നിങ്ങൾ ചോദിക്ക്, അവർ പറയുന്ന മറുപടി എന്താണെന്നറിയോ? മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞിരുന്ന അതേ വാദമാണ്. ഞാൻ വെറുതെ ആരോപിച്ചതല്ല. അവര് പറയും, മോനെ ഇടിയങ്ങളെ ഷെയ്ഖൊക്കെ വലിയ വലിയ ഔലിയല്ലേ, അതുപോലെ മമ്പർത്തത്വങ്ങളൊക്കെ അള്ളാഹു തൃപ്തിപ്പെട്ട മാനല്ലേ, ആ വലിയ ആളുകൾ അള്ളാഹുലേക്ക് അടുത്തവരല്ലേ, നമ്മളൊക്കെ കുറെ പാപം ചെയ്തോലല്ലേ, നമ്മൾ നേർക്ക് നേരെ അള്ളാഹിനോട് മാത്രം ദ്വാരുന്നിട്ട് കാര്യമുണ്ടോ? അള്ളാഹ് നമ്മളെ കൈ തട്ടൂലേ. അതുകൊണ്ട് ഇവരിലൂടെ അള്ളാഹുലേക്ക് അടുക്കുക, ഇവരെ പ്രീതി ആഗ്രഹിച്ച് അള്ളാഹുലേക്ക് അടുക്കുക. അള്ളാഹു ഇവരെ നമ്മൾ തൃപ്തിപ്പെടുത്തുമ്പോ അള്ളാഹു നമ്മളെ തൃപ്തിപ്പെടും. അങ്ങനെ നമുക്ക് അള്ളാഹിന്റെ ലോകത്ത് സ്വർഗം കിട്ടും, നമ്മളെ മുറാദ് ഹാസിലാകും. ഇതല്ലേ പറയാ. എന്നാ ഇതേ വാചകം തന്നെ റസൂലുള്ളാഹിയും സ്വഹാബത്തും ചോദിച്ചപ്പോ അബൂജഹലടങ്ങുന്ന മക്കത്തെ മുശ്രിക്കുകൾ പറഞ്ഞു എന്ന് ഞാനല്ല പറയുന്നത്. അള്ളാഹിന്റെ ഖുർആൻ സൂറത്ത് യൂനുസ് 18-ാമത്തെ ആയത്ത് പറയുകയാണ്, വയഅബ്ദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ്. ശരിക്ക് കേട്ടോ, ഇവിടെ ഈ ഇടിയങ്ങര ശൈഖിന്റെ സഹോദരങ്ങളെ നേർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ശിർക്കൻ ആചാരത്തിന്, ഈ അനിസ്ലാമികമായ ആചാരത്തിന്, ഈ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആചാരത്തിനെതിരായ സംരംഭത്തിന് കടകൾ ഒഴിഞ്ഞു കൊടുക്കുന്നവരില്ലേ, കടത്തിന് വാടകയ്ക്ക് കൊടുക്കുന്നവരില്ലേ, അതിനു വേണ്ടി ഇപ്പോൾ തന്നെ പണം പ്രതീക്ഷിച്ച് ബുക്ക് ചെയ്യാൻ കാത്തിരിക്കുന്നവരില്ലേ, പരലോകത്തെ നിങ്ങൾ ഓർക്കണേ, അവിടെ റബ്ബ് സൃഷ്ടിച്ച നരകത്തെ നിങ്ങൾ ഭയപ്പെടണേ, സ്വർഗത്തെ കാംക്ഷിക്കണേ. അള്ളാന്റെ ഇഷ്ടം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. അതുകൊണ്ടാ പറയുന്നത്, ശരിക്ക് ശ്രദ്ധിച്ചോ. ഖുർആൻ പറയുന്നു, റസൂലിനോട് ചോദിക്കാൻ ആവശ്യപ്പെടുകയാണ് അബൂജഹലടങ്ങുന്ന മുശ്രിക്കുകളോട്, എന്ത് നിങ്ങൾക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത ഈ മൺമറഞ്ഞു പോയ ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി പോലെയുള്ള അമ്പിയാക്കന്മാര്, ലാത്ത മനാത്ത ഹുബൽ ഉസ്സ പോലെയുള്ള ഔലിയാക്കന്മാര്, ഇവരോടൊക്കെ നിങ്ങൾ എന്തിനാണ് ദുആ ഇരക്കുന്നത്? ഇവരോടൊക്കെ എന്തിനാ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? ഇവരോടൊക്കെ എന്തിനാ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ മക്കത്തെ മുശ്രിക്കുകളുടെ മറുപടി എന്താണ്? ഖുർആനാ പറയുന്നത്, എന്റെ വാചകമല്ല, ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ്, അള്ളാന്റെ അരികിൽ ഞങ്ങൾക്ക് ശുപാർശ കിട്ടാൻ വേണ്ടിയാണ് മുഹമ്മദേ. എന്താ കാരണം? ഇവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ്. അതുകൊണ്ടാണല്ലോ കഅബാലയത്തിന്റെ മുറ്റത്തേക്ക് മക്കത്തെ മുശ്രിക്കുകൾ ഹജ്ജ് ചെയ്യാൻ വരുമ്പോൾ, റസൂലുള്ള വരുന്നതിന് മുമ്പും അവിടെ ഹജ്ജുണ്ടല്ലോ, ആ ഹജ്ജിൽ ഒരുപാട് പഴച്ച വിശ്വാസം ഉണ്ടായിരുന്നു അവരുടെ ഹജ്ജില്. ആ വിശ്വാസത്തിന്റെ ഭാഗമായി അവർ കഅബാലയത്തിന്റെ തിരുമുറ്റത്ത് വരുമ്പോ അവര് ചൊല്ലിയിരുന്ന, പ്രഖ്യാപിച്ചിരുന്ന തൽബിയത്ത് എന്താ പ്രിയപ്പെട്ടവര്? അത് വ്യക്തമായി കൊണ്ട് തന്നെ ഏതാ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. മക്കത്തെ മുശ്രിക്ക് പറയാൻ അല്ലാഹുവോട്, നാദാ നിന്റെ വിളിക്കുത്തരം ചെയ്ത് ഞങ്ങൾ ഈ മുറ്റത്ത് വന്നിരിക്കുന്നു. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, നിനക്ക് യാതൊരു തരത്തിലുള്ള പങ്കുകാരനും ഇല്ല റബ്ബേ. അവിടെ നിർത്തിയിരുന്നെങ്കിൽ മുസ്ലിങ്ങളാകാൻ അവർക്ക് പെട്ടെന്ന് സാധിച്ചിരുന്നു. പക്ഷേ അവരവിടെ നിർത്തിയില്ല. അതിനപ്പുറത്തേക്ക് അവർ പറഞ്ഞ വാദം എന്താ? ഇല്ലാ ശരീകൻ ഹുവ ലക് തംലികുഹു വമാ മലക്. അല്ലാഹുവേ, ഒരു തരം പങ്കുകാർ നിനക്കുണ്ട് കേട്ടോ, അവര് നീ ഉടമപ്പെടുത്തിയ പങ്കുകാരാണ്, നിന്റെ ഉടമസ്ഥതയിലുള്ള പങ്കുകാരാണ്. അവർക്ക് എന്തൊക്കെ കഴിവുണ്ടോ അതൊക്കെ നീ കൊടുത്തതാണ്. അപ്പൊ സ്വയം കഴിവ് അവരും സമ്മതിച്ചിട്ടില്ല. അള്ള കൊടുത്ത കഴിവിൽ ഞങ്ങളെ സഹായിക്കുന്ന അമ്പി ആളുകളാണ് ഇവര് എന്നവർ വിശ്വസിച്ചു. എന്നിട്ട് അവരോട് തേടിയെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതേ വിശ്വാസം വെച്ചുകൊണ്ട് ഒരു അബ്ദുറഹ്മാന്, അതേ വിശ്വാസം വെച്ചുകൊണ്ട് ഒരു നൗഷാദ്, അതേ വിശ്വാസം വെച്ചുകൊണ്ട് ഒരു ഹനീഫ, അതേ വിശ്വാസം വെച്ചുകൊണ്ട് ഒരു ഫാത്തിമ, അതേ വിശ്വാസം വെച്ചുകൊണ്ട് ഒരു ഉമ്മു കുൽസു, ഈ രൂപത്തിൽ ജാറത്തിൽ പോയി തേടിയാൽ, മൺമറഞ്ഞു പോയ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ, സഹോദരങ്ങളെ, അതിന്റെ പേരും ശിർക്ക് എന്ന് തന്നെയാണ്.
അല്ലാഹു തആലക്ക് രാമൻകുട്ടിനോടും രായിൻകുട്ടിനോടും വ്യത്യസ്തമായ വിദ്വേഷമില്ല, അനുകമ്പയില്ല. രാമൻകുട്ടി കല്ലിന്റെ അടുത്ത് പോയി നിർത്തിയിട്ട കല്ലിന്റെ മുമ്പിനോട് സങ്കടം പറയുമ്പോ അത് ശിർക്കും കുഫറും ഇസ്ലാമെന്ന് പുറത്തും ഒന്നരകത്തില്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി ചൊല്ലിയ രായിൻകുട്ടിയോ അതേ കോലത്തിൽ തന്നെ സിമന്റും മണലും കുഴച്ച് ഒരു വലിയ കുബ്ബയുണ്ടാക്കി അതിനടിയിൽ കിടക്കുന്ന ഷെയ്ഖിന്റെ അടുത്ത് വന്നിട്ട് കടത്തിയിട്ട ആ ഷെയ്ഖിന്റെ അടുത്ത് വന്നിട്ട് ഇതുപോലെ ആവശ്യം പറഞ്ഞാലോ അത് സുന്നത്തിയമായത്ത് സ്വർഗത്തിലേക്ക്. അങ്ങനെ ഉണ്ടോ? അള്ളാഹ്ക്ക് ഇല്ല. ശിർക്ക് ആര് ചെയ്താലും ശിർക്കാണ്. അത് മുസ്ലിമീങ്ങൾ ചെയ്താൽ കൂടുതൽ ഗൗരവമാണ്. അതിന്റെ കാരണം 39-ാം അധ്യായം സൂറത്ത് സുമർ വ്യക്തമായി കൊണ്ട് സഹോദരങ്ങള് നമുക്കത് 65-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിച്ചു തരുന്നു. ശിർക്ക് ചെയ്താൽ നിങ്ങൾ അമലുകൾ മുഴുവനും ബാത്തിലാകും. മുസ്ലിമീങ്ങള് ഓട്ടബക്കറ്റിൽ വെള്ളം നിറച്ച പോലെ, ഓട്ടച്ചാക്കിൽ സാധനം നിറച്ച പോലെ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, നാം ചെയ്ത സൽക്രമങ്ങൾ എല്ലാം പരലോകത്ത് നമുക്ക് ഉപകാരപ്പെടാതെ പോകും. എത്ര ഗൗരവമുള്ള പാപാണത്. അപ്പോ അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് ഞങ്ങളെ സഹായിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളവരോട് ഇസ്തിഗാസ ചെയ്യുകയാണ്, ദുആരിക്കുകയാണ്. അത് ശിർക്കല്ല, അത് തൗഹീദിന്റെ പരിധിയിലാണെന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, മെമ്പർഷിപ്പ് നമ്മൾ സമസ്തയിലെ അബൂജഹലിനും കൂട്ടർക്കും കൊടുക്കേണ്ടി വരും. കാരണം അവർ വിശ്വസിച്ചതിനെ പറ്റി ഖുർആൻ പറഞ്ഞത് അതാണ്. അതുകൊണ്ടാണല്ലോ 3-ാം അധ്യായം 39-ാം അധ്യായം സൂറത്ത് സുമറിന്റെ 3-ാമത്തെ ആയത്ത് മറിച്ചോ അല്ല മൊത്തത്തിൽ പറയുന്നു, വല്ലദീന തഖദൂ മിൻ ദൂനി ഔലിയാ മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. അല്ലാഹുവിനെ കൂടാതെ രക്ഷാധികാരികളെ സ്വീകരിച്ചിട്ടുള്ള ആളുകളുണ്ടല്ലോ, അല്ലാഹുവിനെ കൂടാതെ രക്ഷാധികാരികൾ സ്വീകരിച്ച ആളുകളുണ്ടല്ലോ, അവരുടെ വാദം എന്താണ്? അവര് പറയുന്ന വാദം എന്താണ്? മാ നഅബുദുഹും, ഞങ്ങൾ ഇവർക്ക് ഇബാദത്ത് ചെയ്യുന്നില്ല, ഞങ്ങൾ ഇവരോട് ഇസ്തിഗാസ ചെയ്യുന്നില്ല, ഞങ്ങൾ ഇവരോട് ദുആ ചെയ്യുന്നില്ല, ഞങ്ങൾ ഇവരോട് തേടുന്നില്ല, ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. അല്ലാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുന്ന മധ്യവർത്തികളായിട്ടല്ലാതെ, മീഡിയേറ്റർമാരായിട്ടല്ലാതെ. ഈ വിശ്വാസം തന്നെയായിരുന്നു അവിടെ മക്കത്തുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ ബദറുണ്ടായത്, അതുകൊണ്ടാണ് ഉഹുദുണ്ടായത്, അതുകൊണ്ടാണ് ഖന്തഖും ഖൈബറും ഹുനൈനും ഒക്കെ ഉണ്ടായത്. ഇല്ലെങ്കിൽ എന്തിനാ അതിന്റെ ആവശ്യം? ചോരയോട് ചോര ഏറ്റുമുട്ടിയത് എന്തിനാ? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മക്കത്തെ മുശ്രിക്കുകൾ മനസ്സിലാക്കിയില്ല. അല്ലാഹുവിനെ കണക്കാക്കേണ്ട രൂപത്തിൽ അവർ കണക്കാക്കിയില്ല. അവർ കണക്കാക്കിയതിനെ പറ്റി ഖുർആൻ പറഞ്ഞത് എന്താണ്? വ്യക്തമായി കൊണ്ട് തന്നെ അതാ പഠിപ്പിച്ചു തരുന്നു. ഫഇദാ റകിബൂ ഫിൽ ഫുൽകി ദാവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഫലമ്മാ നജാഹും മിനൽ ബർരി ഇദാ ഹും മുശ്രികൂൻ. എന്താ പറഞ്ഞത്? പായക്കപ്പൽ ഉപയോഗിച്ച് അവർ കടലിലൂടെ യാത്ര ചെയ്യുമ്പോ കാറ്റിലും കോളിലും തിരമാലയിലും അവരകപ്പെട്ട് കഴിഞ്ഞാൽ മക്കത്തെ മുശ്രിക്കിനെ പറ്റി അള്ള പഠിപ്പിച്ചു തരികയാണ്. അവർ കരയിൽ വെച്ച് വിളിച്ച ഇബ്രാഹിം നബിയെ കൈയൊഴിക്കുകയാണ്, ഇസ്മായിൽ നബിയെ കൈയൊഴിക്കുകയാണ്, ലാത്തമനാത്ത ഹുബുൽ ഉസ്സ പോലെയുള്ളവരെ കൈയൊഴിക്കുകയാണ്. എന്നിട്ട് അവർ തേടുന്നത് ആരോടാണ്? ദഅവല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ഇഖ്ലാസോടുകൂടി അവർ അല്ലാഹനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹനെ മാത്രം വിളിച്ചു തേടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് മക്കത്തെ മുശ്രിക്കിനെ പറ്റി അള്ള പറയാണ്. അവ കരയിൽ വെച്ച് ഇബ്രാഹിം നബിനെ വിളിച്ച അവർ കടലിൽ വെച്ച് പ്രതിസന്ധി ഘട്ടത്തിൽ അല്ലാഹനെ മാത്രം വിളിക്കും. എന്നാൽ ഫലമ്മാ നജാഹും മിനൽ ബർരി, അവരെ നാം കരയിലേക്ക് രക്ഷപ്പെടുത്തിയാലോ ഇദാഹും മുശ്രികൂൻ, അവരതാ വീണ്ടും അല്ലാഹുവിൽ പങ്കുവെക്കുന്നു. അതാണ് അവരുടെ വിശ്വാസത്തിൽ സംഭവിച്ച ഏറ്റവും അടിസ്ഥാനപരമായ പിഴവ്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കണം, അല്ലാഹുവിന് മാത്രം നിങ്ങൾ ഇബാദത്തിന്റെ പരിധിയിലുള്ള ഇസ്തിഗാസ ചെയ്യണം എന്ന് പറഞ്ഞപ്പോ അവർ പറഞ്ഞു ഇത് പുത്തൻവാദമാണ്, ഇത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല, ഇത് സമൂഹത്തിൽ അനൈക്യമുണ്ടാക്കുന്ന വാദമാണ് എന്ന് സഹോദരങ്ങളെ അന്ന് മക്കത്തെ മുശ്രിക്ക് പറഞ്ഞു. ആ പാത സ്വീകരിച്ചുകൊണ്ട് തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം നെഞ്ചിലേറ്റി അതേ തൗഹീദ് പ്രബോധനം ചെയ്യുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന് നേരെ സഹോദരങ്ങളെ ഈ മുസ്ലിയാക്കന്മാരും
ഇതുപോലെ തന്നെ വിമർശനങ്ങൾ ഉന്നയിച്ച് എവിടെ എത്തി എന്നറിയുമോ പ്രിയപ്പെട്ടവരെ? വഴിപിരിഞ്ഞവർക്ക് എന്തു പറ്റി എന്ന് പറയുന്ന ഒരു പുസ്തകം, ഈ വഴിപിരിഞ്ഞവർക്ക് എന്തു പറ്റി എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ 37-ാമത്തെ പേജ് ഹാഷിം നഈമി എന്ന് പറയുന്ന വ്യക്തി എഴുതിയതാണ്. AP സുന്നികളുടെ ബുക്ക് സ്റ്റാളിൽ പോയാൽ നിങ്ങൾക്ക് കിട്ടും. എന്തായാലുള്ളത് അതിൽ നമുക്ക് കാണാം. കേട്ടോളൂ മുജാഹിദുകൾ, മലയാള ഭാഷയിൽ മാത്രം പ്രാവീണ്യമുള്ളവരാണ്. കൂടി വന്നാൽ ഒരു അഫ്വലും യോഗ്യതയും അവർക്ക് കാണും. ഖുർആൻ പരിഭാഷയല്ലാതെ യഥാർത്ഥ ഖുർആൻ ഓതാൻ അവർക്കറിയില്ല. ഇതൊക്കെ നന്നായി അറിയുന്ന സുന്നികൾ വഹാബികളെ ഒന്ന് നന്നായി കൊട്ടി. ഇനി കേട്ടോളൂ, പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രമെന്ന പ്രമേയം സാക്ഷാൽ ഇബ്ലീസിന്റെ പ്രമേയമാണെന്ന് സുന്നി പണ്ഡിതർ വഹാബികളെ തെര്യപ്പെടുത്തി. അള്ളാഹിനോട് മാത്രം ദ്വാരിക്കുക എന്ന് പറഞ്ഞാൽ അത് സഹിക്കാൻ പറ്റാത്ത ആളുകൾ പറഞ്ഞു എന്ത്? അള്ളാഹിനോട് മാത്രം പ്രാർത്ഥന ആയിരുന്നത് ഇബ്ലീസിന്റെ സന്ദേശമാണ്. എങ്കിൽ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുഅ്മിൻ 117-ാമത്തെ ആയത്ത് പറഞ്ഞത് എന്താ? അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് എന്താണ്? വമയ്യദഉ മഅല്ലാഹി ഇലാഹൻ ആഖിറ ലാ ബുർഹാന ലഹു ബി. അള്ളാഹുവിനെ കൂടെ നിങ്ങൾ മറ്റാരെങ്കിലും വിളിച്ചു തേടാൻ, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പുറമെ മറ്റാരോടെങ്കിലും പ്രാർത്ഥിക്കാൻ ഖുർആനിൽ നിങ്ങൾ തെളിവ് പരതിയാൽ ലാ ബുർഹാന ലഹു ബി, ഖുർആൻ നിങ്ങൾക്ക് തെളിവ് കിട്ടൂല. ഖുർആനിൽ അള്ളാഹു അല്ലാത്ത ഒരൊറ്റാളോടും പ്രാർത്ഥിക്കാനില്ല, അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കാനാ പറഞ്ഞത്. അപ്പൊ ഇബ്ലീസിന്റെ വാദമാണെങ്കിൽ ഖുർആൻ ഇബ്ലീസ് എഴുതിയ ഗ്രന്ഥമാണോ? മഅദല്ലാഹ്, എന്ത് അപകടത്തിലേക്കാ പോണത്? 25 പ്രവാചകന്മാരുടെ തേട്ടം അല്ലാഹു ഖുർആനിൽ പഠിപ്പിച്ചു. മുഴുവനും അല്ലാഹുവിനോടാണ് അവർ തേടിയത്. ഇവർ എഴുതിയ പ്രകാരം ഇത് ഇബ്ലീസിന്റെ വാദമാണ്, പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രമെങ്കിൽ ഈ അമ്പിയാക്കൾ ഇബ്ലീസിന്റെ പാരമ്പര്യത്തിലാണോ? കൃത്യമായി നിങ്ങൾ ജനങ്ങളോട് മറുപടി പറഞ്ഞു കൊടുക്കണം. അപ്പൊ ദുആ അല്ലാഹുവിനോട് മാത്രം, ഇബാദത്ത് അല്ലാഹ്ക്ക് മാത്രം, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യാൻ കഴിയുന്നവൻ അല്ലാഹ് മാത്രം എന്ന് പറഞ്ഞപ്പോ ഈ ഖുർആനിന്റെ സുന്നത്തിന്റെ ആദർശം പറഞ്ഞത് മുജാഹിദുകൾ ആയതുകൊണ്ട് നമ്മളെ ഇബ്ലീസിന്റെ പാരമ്പര്യത്തിൽ കെട്ടുമ്പോ അള്ളാഹിന്റെ റസൂലും ഇബ്ലീസിന്റെ അനുയായിയാണെന്ന് ചിത്രീകരിക്കുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? ഇത്ര വലിയ ഗൗരവമുള്ള കാര്യ. അപ്പൊ സഹോദരങ്ങളെ, സത്യത്തിൽ ഈ വാദം മക്കത്തെ മുശ്രിക്കുകൾ വാദിച്ചതാണ്. അള്ളാഹിനോട് മാത്രം ദ്വാരിക്കുക എന്നുള്ളത് അവർക്കും സഹിക്കൂല. അതുകൊണ്ടാണല്ലോ ബദർ യുദ്ധം എന്ന ആ പരിശുദ്ധ റമദാനിലെ 17-ാം രാവിലെ നടന്ന ബദർ യുദ്ധ ചരിത്രം, അത് യൗമുൽ ഫുർഖാൻ എന്നാണ് അതിനെപ്പറ്റി നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്. സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ച യുദ്ധമെന്നാണ്. എന്താ രണ്ട് വിശ്വാസത്തിൽ അധിഷ്ഠിതമായ രണ്ട് വിഭാഗങ്ങളാണ്, ബന്ധുക്കൾ, ചോരയാണ് ആ ബദറിൽ വന്ന് ഏറ്റുമുട്ടിയത്. അബൂജഹലും കൂട്ടരും അവിടെ ബദറിൽ വരുമ്പോൾ റസൂലുള്ളാഹി 313 ആ ബദറിൽ വന്നു. സഹോദരങ്ങളെ, അവർ രണ്ട് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റുമുട്ടിയത്. ഒരു കൂട്ടർ അല്ലാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ, ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, ഇബാദത്തിന് അല്ലാഹു മാത്രം എന്ന ഹക്കാണ് അവർ പ്രഖ്യാപിച്ചത്. എന്നാൽ തൊട്ടപ്പുറത്ത് യുദ്ധത്തിന് വന്ന അബൂജഹലും കൂട്ടരോ അള്ളാഹിനോടും ദ്വാരിക്കാം, അള്ളാഹിന്റെ കൂടെ അമ്പിയാക്കൾ ഔലിയാക്കളോടും പ്രാർത്ഥിക്കാം എന്ന പഴച്ച വാദം. ആ വാദമാണ് അവിടെ ഏറ്റുമുട്ടിയത്. അതുകൊണ്ട് തന്നെ ഇന്നും കേരളത്തിൽ സമസ്തക്കാരുമായി മുജാഹിദുകൾ ഏറ്റുമുട്ടുന്നത് ഈ വാദത്തിൽ തന്നെയാണ്. മുസ്ലിയാക്കന്മാര് പറയുന്നു അള്ളാഹിന്റെ കൂടെ അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് അമ്പിയാക്കൾ ഔലിയാക്കൾ സഹായിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് അള്ളാഹ്ക്ക് നേർച്ച കൊടുക്കുന്ന പോലെ ഔലിയാക്കൾക്ക് നേർച്ച കൊടുക്കാം. അള്ളാഹിന്റെ പുണ്യം പ്രതീക്ഷിച്ച് മൃഗങ്ങൾ അറുക്കുന്ന പോലെ ഔലിയാക്കളെ പുണ്യം പ്രതീക്ഷിച്ച് മൃഗങ്ങൾ അറുക്കാം. അള്ളാഹുവിന്റെ പേരിൽ മാത്രം സത്യം ചെയ്യുന്ന പോലെ അള്ളാഹുവിന്റെ പടപ്പുകളുടെ പേരിൽ സത്യം ചെയ്യാം. അള്ളാഹിനോട് സഹായം തേടുന്ന പോലെ അള്ളാഹുവിന്റെ മൺമറഞ്ഞ മഹാത്മാക്കളോട് സഹായം തേടാം. അള്ളാഹിനോട് ദുആ ചെയ്യുന്ന പോലെ അമ്പിയാക്കളോട് ദുആ ചെയ്യാം. ഈ പഴച്ച വിശ്വാസം പ്രിയപ്പെട്ടവരെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കാൻ ബദറിന്റെ ചരിത്ര താളുകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് റസൂലിനെയും ബദരീങ്ങളെയും തകർക്കാൻ, ഇസ്ലാമിന്റെ തൗഹീദ് പൊളിക്കാൻ കടന്നു വന്ന അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി ഉണ്ടല്ലോ, ആ പ്രതിസന്ധി ഘട്ടത്തിൽ അല്ലാഹനെ മാത്രമാണ് വിളിച്ചു തേടിയത്. എന്താണ് ആ പ്രതിസന്ധി ഘട്ടത്തിൽ? അല്ലാഹനെ മാത്രം വിളിച്ചു തേടിയാര്? അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി, അല്ലേ? ബദർ കിസ്സപ്പാട്ടിൽ മോയിൻകുട്ടി വൈദ്യർ എത്ര സരളമായിട്ടാ പഠിപ്പിക്കുന്നത്. ഇറയോനെ ഹാദൽ ബൈത്തുടെ നയന ഹഖൊടുബാത്തുൽ രണ്ടിലെ
ഇതയിൽ പീരിത്തരുളിടുനി ഇണ്ടുദിനം തന്നില് നമ തിരുഭാഗം നിൽക്കുവര് ഒരു കൂട്ടം മക്കുടയോ അവരാരിനെക്കറിയാം അവർകളെ ഇതയിൽ പീരിത്ത് ഖലാസിയ താക്കിടുനി ഫരനേ ഫരനെ രണ്ടാലൊരു ദീനിന് പൊരിശയാക്കിടുതായി മിൽക്കാത്തികൾ ഫത്താഹേ താമസിച്ചിട ദുത്തിരമേക്ഷണമിൽ. അബൂജഹൽ കാബത്തിന്റെ കില്ല പിടിച്ച് അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്നു, റബ്ബേ രണ്ട് സംഘങ്ങൾ ഇവിടെ ഏറ്റുമുട്ടുകയാണ്. ഒന്ന് ഹക്കിൻ്റെതാണ്, ഒന്ന് ബാത്തിലിൻ്റെതാണ്. ഒന്ന് തൗഹീദിൻ്റെതാണ്, മറ്റൊന്ന് ശിർക്കിൻ്റെതാണ്. ഏതാണ് ഹക്ക് ഏതാണ് ബാത്തിലെന്ന് നീ വേർതിരിച്ചു തരണം അല്ലാഹ്. തൊട്ടപ്പുറത്ത് റസൂലുള്ളാഹ് ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ സഹോദരങ്ങളെ സുജൂദിൽ വീണ് ദുആ ചെയ്യുകയാണ്. ഓതിടൈറാവേ ഖൈറുൽ വറ സുജൂദിൽ കിടന്നിരന്ത് ദുആ വണ്ടർ കബൂല് ചെയ്ത ശർശായ വിണ്ടകൾ മുണ്ടി പേരായ ദുആ ഖദിററുൽ മലായികത്ത് എന്തൂദർ ഹബീബി റബ്റാ ഖബിൽതു ബിഹായി റങ്ങുബിൻ മുണ്ട് ലഹ സഹബാലരും ഖസാ. എന്താ പറഞ്ഞത്? റസൂലുള്ളാഹി യദാ റബ്ബിലേക്ക് കൈകളുയർത്തി പ്രാർത്ഥിക്കുന്നു, നാദാ നിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കാൻ ഇവിടെ ഒരു സംഘം മാത്രമേ ഉള്ളൂ റബ്ബേ. ഈ കൊച്ചു സംഘത്തെ നീ സഹായിക്കണം. ഇത് ഇവിടെ നിലംപരിശായാൽ പിന്നെ നിന്റെ തൗഹീദ് പറയാൻ വേറെ ആളില്ല റബ്ബേ. ഞങ്ങളെ സഹായിക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്ക്, രണ്ട് കൂട്ടരുടെ ദുആ ഉയർന്നത് വാനലോകത്തേക്ക് റബ്ബിന്റെ ദർബാറിലേക്കാണ്. അബൂജഹലിന്റെ പ്രാർത്ഥനയും അല്ലാഹുവോട് മാത്രം, ടെന്റിൽ കിടന്ന റസൂലുള്ളാഹിയും അല്ലാഹുവോട് മാത്രം. എന്നാൽ രണ്ടും രണ്ട് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അബൂജഹൽ അല്ലാഹുവോട് മാത്രം ആ പ്രതിസന്ധി ഘട്ടത്തിൽ പ്രാർത്ഥിച്ചപ്പോ അബൂജഹലിന്റെ വിശ്വാസം എന്താ? അല്ലാഹുവോടും പ്രാർത്ഥിക്കാം, റസൂൽ അല്ലാഹുവിന്റെ അമ്പിയാക്കൾ ഔലിയാക്കളോടും പ്രാർത്ഥിക്കാം. ഈ പിഴച്ച വിശ്വാസത്തിലാ അവര് തേടുന്നത്. എന്നാൽ തൊട്ടപ്പുറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ബദരീങ്ങൾ അല്ലാഹുവോട് മാത്രം തേടണം, അള്ളാഹ്ക്ക് മാത്രം ദുആ ചെയ്യണം, അള്ളാഹുവിൽ മാത്രം വരമേൽപ്പിക്കണമെന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാ ദുആ ചെയ്തത്. ആ രണ്ട് സംഘങ്ങളെന്ന് ഏറ്റുമുട്ടിയെങ്കിൽ അവിടെ അബൂജഹലിന്റെ ഈ പിഴച്ച വിശ്വാസം പരാജയപ്പെട്ടു. ഇസ്ലാമിന്റെ അചഞ്ചലമായ തൗഹീദ് റസൂലുള്ളാഹിയും ബദരീങ്ങളും ഏറ്റുപിടിച്ചത് അവിടെ ജയിച്ചു. സഹോദരങ്ങളെ, ഇന്നും ഏറ്റുമുട്ടുന്നത് ഈ രണ്ട് വിശ്വാസം തമ്മിലാണ്. അതുകൊണ്ട് തന്നെ ആരുടെ കയ്യിലാണ് ഒറിജിനൽ തൗഹീദ് ഉള്ളത്? ആരുടെ കയ്യിലാണ് തൗഹീദ് മേമ്പൊടി ചേർത്തുകൊണ്ട് ശിർക്ക് പ്രചരിപ്പിക്കുന്നത്? വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണോ. ഇങ്ങനെ ജീവനോ ഈ രൂപത്തിൽ ഏറ്റുമുട്ടിയ മഹാന്മാരായ ബദരീങ്ങളുണ്ടല്ലോ, ആ മഹാന്മാരായ ബദരീങ്ങളുടെ പേരിൽ സഹോദരങ്ങളെ പിൽക്കാലത്ത് ഇതാ മുസ്ലിം സമുദായം ആണ്ടുകൊണ്ടാടി. എന്നിട്ട് ആ ബദരീങ്ങളുടെ പുണ്യം പ്രതീക്ഷിച്ച് പത്തിരി നേർച്ച കൊടുക്കുകയാണ്. അങ്ങനെ ആ ബദരീങ്ങളെ വിളിച്ച് തേടുകയാണ്. യമംബിഹി ഹല്ലറദാ വമംബിഹമ്മിൻ നക്കിദാ കുല്ലാദിയം മുസ്തൻജിദാ യാ അഹ്ല ബദ്ര ശുഹദാ. വിഷമങ്ങൾ അതികഠിനമാകുമ്പോ, ജീവിതത്തിൽ അങ്ങേയറ്റ പ്രയാസം വരുമ്പോ ദുആ ചെയ്തോ, അഭയം തേടി വിളിച്ചോ ബദർ ശുഹദാക്കളെ. എന്തൊരു വിരോധാഭാസം പ്രിയപ്പെട്ടവരെ. അള്ളാന്റെ ദീനിന് വേണ്ടി അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ചോരയോട് ഏറ്റുമുട്ടി ഷഹീദായ ശുഹദാക്കൾ, അവര് ഏതൊരു ആദർശത്തെ സംരക്ഷിച്ചോ ആ ആദർശം തകർത്തുകൊണ്ട്, അവർ ഏതൊരു ആദർശത്തിനെതിരെ ആഞ്ഞടിച്ചോ ആ ആദർശം അവരുടെ മുതുകിൽ വെച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ അവരെ വിളിച്ചു തേടുന്ന വിരോധാഭാസത്തിലേക്ക് മുസ്ലിം ഉമ്മത്ത് വഴിതെറ്റി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണ്ട് നടത്തിയോ? സ്വഹാബത്ത് ആണ്ട് നടത്തിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബത്തോ ബദരീങ്ങളെ വിളിച്ചു തേടിയോ? ഇല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കാണാവുന്ന കേൾക്കാവുന്ന നമുക്ക് ഉത്തരം ചെയ്യാവുന്ന പടച്ചു തമ്പുരാനോട് മാത്രമാണ് നമ്മൾ തേടേണ്ടത്. ആ റബ്ബിലേക്ക് മാത്രമാണ് നമ്മുടെ കൈകൾ ഉയരേണ്ടത്. എന്നാൽ അതിന് പകരമായി കൊണ്ട് ഇന്ന് അല്ലാഹുവിന്റെ റസൂല് അവ മഹാന്മാരായ സ്വഹാബികള് ഏതൊരാദർശത്തിന് വേണ്ടി ത്യാഗം സഹിച്ചോ ആ ആദർശം ഇന്ന് ഏറ്റുപിടിക്കുന്ന മുജാഹിദുകള്, പുത്തൻവാദികളെന്നോ അതുപോലെ മുർത്തദ്ദുകളെന്നോ ദീനിനെ വെട്ടിച്ചുരുക്കിയവെന്നും പറയുമ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പേര് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുള്ള പണ്ഡിത വേഷധാരികളുണ്ടല്ലോ, അവർ യഥാർത്ഥത്തില് അഹ്ലുൽ ബിദ്അത്തി വൽ ഖുറാഫാത്ത് വൽ ളലാലത്താണ് പ്രചരിപ്പിക്കുന്നത്. സംശയിക്കണ്ട. കാരണം എന്താണെന്നറിയോ? ശാഫിഈ മദ്ഹബ് അനുസരിച്ചുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങള് യഥാർത്ഥത്തില് ഖബറുമായി ബന്ധപ്പെട്ടുകൊണ്ട്
ഒരു മുസ്ലിമിനുള്ള വിധി എന്താണ്, ഇസ്ലാമില് ഖബറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിധി എന്താണ്, ആ വിധി വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു ചാണിനപ്പുറം ഖബർ ഉയർത്താൻ പാടില്ല, ആ ഖബറിന്മേൽ കുമ്മായം ഇടാൻ പാടില്ല. അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ആ ഖബർ തൊടാനോ മുത്താനോ, ആ ഖബറാളിയോട് ദുആ ചെയ്യാനോ പാടില്ല. ഇതൊക്കെ ജൂത ക്രൈസ്തവരുടെ സംസ്കാരമാണ്. അതുകൊണ്ട് തന്നെ ഷാഫിഈ മദ്ഹബ് കൃത്യമായി കൊണ്ട് രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന നബവി എന്ന ഖോജ അവിടുത്തെ ശറഅ് മുഅദ്ദബ് 5-ാം വാള്യം 313-ാമത്തെ പേജില്, അതുപോലെ ശറഅ് മുഅദ്ദബ് 8-ാം വാള്യം 275-ാമത്തെ പേജില് വ്യക്തമായി കൊണ്ട് തന്നെ സഹോദരങ്ങള്, സമൂഹത്തില് ഖബറുകൾ കെട്ടിയുയർത്തുകയും അതിന്മേൽ കമാനമുണ്ടാക്കുകയും അതിന്മേൽ തൊടുകയും മുത്തുകയും ചെയ്യുന്ന പ്രവർത്തനത്തെ ശക്തമായി വിമർശിക്കുകയാണ്. കാരണം അത് ക്രിസ്ത്യാനികളുടെ ചര്യയാണ്, അത് നസാറാക്കളുടെ ചര്യയാണ് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇതൊരിക്കലും നമുക്ക് സ്വീകരിക്കാൻ പാടില്ലെന്ന് മഹാനവകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതേ നബവി ഇമാം തന്നെ അവിടുത്തെ മിൻഹാജ് ത്വാലിബീനിന്റെ 29-ാമത്തെ പേജിലും സഹോദരങ്ങളെ പറയുന്നുണ്ട്, ഖബർ ഒരു ചാണിലകത്രം ഉയർത്തുന്നതും അതിന്മേൽ തേപ്പ് നടത്തുന്നതും അതിന്മേൽ എഴുതുന്നതും വെറുക്കപ്പെട്ടതാണ്. എത്ര കൃത്യമായിട്ടാ പഠിപ്പിച്ചു വരുന്നത്. അതുപോലെ തന്നെ ശറഅ് മുസ്ലിമിന്റെ 4-ാം വാള്യം 42-ൽ പറയുന്നുണ്ട്. അതുപോലെ അൽ ഇലാഹ് എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ടല്ലോ, ആ അൽ ഇലാഹ് എന്ന് പറയുന്ന ഇമാം നബവി തന്റെ അൽ ഇലാഹ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതും ഇതുപോലെ തന്നെയാണ്. ഇങ്ങനെ ശാഫിഈ മദ്ഹബ് അനുസരിച്ചു മാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം മുഖവിലക്കെടുത്തുകൊണ്ട് സഹോദരങ്ങളെ, നമ്മള് ഖബർ കെട്ടി ഉയർത്താൻ പാടില്ല, ആ ഖബർ തൊട്ടുമുത്താൻ പാടില്ല, ആ ഖബറാളിക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കാമെന്നല്ലാതെ ഒരിക്കലും ഖബറാളിയോട് പ്രാർത്ഥിക്കാൻ പാടില്ല. എന്നാൽ ഇന്ന് മുസ്ലിം സമൂഹത്തിൽ നടക്കുന്ന ഖബർ സിയാറത്ത് എന്ന് പറയുന്നത് എന്താണ്? വ്യാപകമായി പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഓരോ നാടുകളിലും കെട്ടിയുയർത്തപ്പെട്ടിട്ടുള്ള ഖബറുകളിലേക്ക് മുസ്ലിം സമുദായത്തെ മുസ്ലിയാക്കന്മാർ സിയാറത്ത് ടൂർ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവരികയാണ്. ആ സിയാറത്ത് ടൂറിൽ പങ്കെടുക്കുന്ന ആളുകൾ ഈ ഉയർത്തപ്പെട്ട ഖബറുകളിലേക്ക് കടന്നു വരികയാണ്. ആ ഖബറുകൾക്ക് പ്രചാരണം കിട്ടാൻ വേണ്ടിയിട്ട് സഹോദരങ്ങളെ ആ ചാരങ്ങളിൽ ഉറൂസ് മുബാറക്ക് സംഘടിപ്പിക്കുകയാണ്, ആണ്ട് നേർച്ചകൾ സംഘടിപ്പിക്കുകയാണ്. സത്യത്തിൽ ഇത് ഈ ബഹുദൈവ ആരാധകരിൽ നിന്നും കടന്നു വന്ന ഒരു സംസ്കാരമാണ്, അഥവാ ഉത്സവം, പൂരം എന്ന് പറയുന്ന ഈ സമ്പ്രദായത്തിന് തുല്യമായി കടന്നു വന്നിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണല്ലോ ഇമാം സ്വാമിയെ പോലെയുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ തന്നെ അവിടുത്തെ ഗ്രന്ഥങ്ങളിൽ വളരെ വ്യക്തമായി കൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങള് പറഞ്ഞിട്ടുണ്ട്. എന്താണ് പിന്നെ ഇമാം സുയൂത്തിയെ പോലെയുള്ള പണ്ഡിതന്മാര് വ്യക്തമായി കൊണ്ട് തന്നെ സഹോദരങ്ങളെ അവരുടെ ഗ്രന്ഥങ്ങളില് ഇത്തരത്തിലുള്ള ഉദ്ധരണികൾ എടുത്തു കൊടുത്തിട്ടുണ്ട്. അഥവാ ഖബർ കെട്ടി ഉയർത്തുകയും അവിടെ നേർച്ച നടത്തുകയും എന്നിട്ട് ആ നേർച്ച വസ്തു ഏതാകട്ടെ അത് ആ ഖബറാളിയുടെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട്, ആ ഖബറാളിയിൽ നിന്ന് തബറുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ നേർച്ച വസ്തുക്കൾ അങ്ങോട്ട് നേർച്ച ചെയ്യുക എന്നത് ശിർക്കാണ്. കാരണം എന്താണ്? നേർച്ച ഇബാദത്താണ്, അത് അള്ളാഹ്ക്ക് മാത്രം നൽകേണ്ട കാര്യമാണ്, അത് പ്രമാണങ്ങളിൽ വന്നിട്ടുള്ളതാണ്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഈ കോഴിക്കോട് പ്രദേശത്ത് മാത്രം എത്ര ഖബറുകൾ കെട്ടിയുയർത്തപ്പെട്ടിട്ടുണ്ട്, എത്ര ജാറങ്ങളുണ്ട്. ഈ ജാറങ്ങളിലെല്ലാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരുപാട് ആളുകൾ മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ. അവരുടെ പേരിൽ നിന്ന് നേർച്ചകൾ, അതുപോലെ തന്നെയുള്ള ഉറൂസുകൾ എല്ലാം നടക്കുന്നുണ്ട്. ഇത് തനിച്ച ശിർക്കൻ സമ്പ്രദായമാണ്. ഇത് അല്ലാഹു അല്ലാത്തവർക്ക് നൽകിയാൽ അത് സഹോദരങ്ങളെ അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിന് തുല്യമാണെന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ കാണാം. അതുപോലെ തന്നെ തഫ്സീർ റൂഹുൽ ബയാൻ എന്ന് പറയുന്ന തഫ്സീർ ഉണ്ടല്ലോ, അതിൽ തന്നെ വ്യക്തമായി കൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതിന്റെ 10-ാം വാള്യം 264-ാമത്തെ പേജില്. കാരണം നേർച്ച എന്നത് മതപരമായ ഒരു പുണ്യമാണ്. പുണ്യകർമ്മങ്ങളിൽ മാത്രമേ അത് സാധുവാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഷാഫി മദ്ഹബിലെ പ്രമുഖ പണ്ഡിതൻ ഇബ്നു അൽ ഹൈതമി അവിടുത്തെ തുഹ്ഫ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ 10-ാം വാള്യം 67-ൽ പറയുന്നു എന്ത്?
മതത്തിൽ നേർച്ച എന്ന് പറയുന്നത് ഒരു പുണ്യകർമ്മമാണ്. അത് അള്ളാഹുവിന് വേണ്ടി മാത്രമേ അള്ളാഹുവിന് വേണ്ടി നിർബന്ധമാക്കുന്നതിനാണ് പറയുക. അല്ലാതെ അള്ളാഹുവിന്റെ പടപ്പുകളിൽ നിന്ന് പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് നേർച്ച കൊടുക്കുമ്പോ ആ നേർച്ച സഹോദരങ്ങളെ ഇബാദത്തായി, ആ ഇബാദത്ത് അള്ളയല്ലാത്തവർക്കായി, അത് ശിർക്കായി, നരകത്തിന്റെ വഴിയായി. അതുകൊണ്ട് തന്നെ ആ പ്രവർത്തനങ്ങൾ ഇവിടെ കേരളത്തിൽ നടക്കുമ്പോ അത് യഥാർത്ഥത്തിൽ തെറ്റാണെന്ന് പറയുമ്പോ മഹാന്മാരെ പരിഹസിക്കുകയാണ്, പുച്ഛിക്കുകയാണെന്നാണ് പറയാറുള്ളത്. അല്ല, മറിച്ച് അത് അനിസ്ലാമികമാണെന്നാണ് പഠിപ്പിച്ചു തരുന്നത്. കാരണം ആ നേർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഉറൂസുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ആണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹോദരങ്ങള് ഇന്ന് മുസ്ലിം സമൂഹത്തിൽ നടക്കുന്ന അനാചാരങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ചെണ്ടമുട്ടവിടെ നടക്കുന്നുണ്ട്, കുഴൽവിളികൾ നടക്കുന്നുണ്ട്, ആനകൾ അമ്പാരികളുണ്ട്, അതുപോലെ ആണും പെണ്ണും കൂടിക്കലുണ്ട്, അതുപോലെ തന്നെ ഉള്ള പല തോന്നിയാസങ്ങളും പല മഖബറകളിൽ നടക്കുന്നുണ്ട്. അവിടെയെല്ലാം സഖാഫികളും ദാരിമിമാരും ഫൈസിമാരും മന്നാനിമാരും തന്നെയാണ് നേതൃത്വം കൊടുക്കുന്നത്. എന്നാൽ ഇതൊക്കെ നേർച്ചയിലെ അനാചാരമാണ്. ഇതൊക്കെ പണ്ടേ സമസ്ത വിമർശിച്ചിട്ടുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ ചില ആളുകളൊക്കെ പറയാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ അങ്ങനെ നേർച്ചയിലെ ചില അനാചാരങ്ങളെ എതിർത്തുകൊണ്ട് സഹോദരങ്ങളെ സമസ്തയിലെ ഒരു പണ്ഡിതൻ കാടേരി ലേഖനം എഴുതിയപ്പോൾ അദ്ദേഹത്തെ നിരുപാധികം അഹമ്മദ് കോയ ഷാലിയാത്തിയുടെ മാത്തോട്ടം മുഹമ്മദ് കോയയുടെ കീഴിലുള്ള ഒരു ജൂറി നിരുപാധികം സമസ്തയിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ശക്തമായി കൊണ്ടതാ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ അവതാരികയോടുകൂടി സഹോദരങ്ങളെ മുഹമ്മദ് കോയ മാത്തോട്ടം എഴുതിയിട്ടുള്ള ആണ്ട് നേർച്ചയും ചില അപവാദങ്ങളും എന്ന പുസ്തകത്തിൽ തന്നെ പറയുന്നു. എന്താ പറയുന്നത്? ആണ്ട് നേർച്ചകൾ അനാചാരമാണെന്നും അനിസ്ലാമികമാണെന്നും പെരുമ്പറയടിച്ച് നടക്കുന്നവരും മായാവലയത്തിൽ കുടുങ്ങി നട്ടം തിരിയുന്നവർക്ക് സത്യാവസ്ഥ ഗ്രഹിക്കുവാൻ ഈ പുസ്തകം ഉപകാരിക്കും എന്നതിൽ പക്ഷാന്തമില്ല. ഔലിയാക്കളുടെ മസാറുകളിൽ നടന്നു വരുന്ന ആണ്ട് നേർച്ചകളിൽ ബിദ്അത്തും ലലാലത്തുമായ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്ന് സങ്കല്പിച്ച് അത്തരം നേർച്ചകൾ നടത്തരുതെന്നോ അവിടങ്ങളിൽ പോകരുതെന്നോ പറയുന്നത് ശരിയല്ല. എന്താണ്? അങ്ങനെയുള്ള നേർച്ചകളിൽ ചെണ്ടമുട്ടും കുഴലൂത്തും വെടിക്കെട്ടുകളും അതുപോലെ ആനയും അമ്പാരിയും അതുപോലെ തന്നെ സകലമാന പരിപാടികൾ നടന്നാലും അതൊന്നും ഒരിക്കലും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എന്നാൽ ഇതൊന്നും ഇല്ല, കേവലം സിയാറത്ത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ചില ജാറങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ. ഇപ്പൊ ഈ ഇടിയങ്ങര ശൈഖിന്റെ അപ്പവാണിപ നേർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ പിന്നെ ചെണ്ടയില്ലല്ലോ, ആനയില്ലല്ലോ, അമ്പാരിയില്ലല്ലോ, കുഴലൂത്തുള്ളല്ലോ, വെടിക്കെട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആളുകൾ അത് സുന്നത്ത് ജമാഅത്തിന്റെ നേർച്ചയാക്കാറുണ്ട്. എന്നാൽ അതിനും അഹ്ലു സുന്നത്തിന്റെ പിൻബലമില്ല, റസൂലിന്റെ സ്വഹാബത്തിന്റെ ഇമാമുകളുടെ പിൻബലം പോലുമില്ല. കാരണം എന്താ? ആ നേർച്ചയ്ക്ക് ഒരു പാരമ്പര്യമില്ല, അവിടെ നടക്കുന്ന ആചാരത്തിന് ഒരു പാരമ്പര്യവുമില്ല. എന്താണ് അവിടെ നടക്കുന്ന ആചാരം? കേട്ടോളൂ. ഷെയ്ഖിന്റെ മഖ്ബറയിൽ ആയിരങ്ങൾ നേർച്ചക്കെത്തി കോഴിക്കോട് ഫ്രാൻസിസ് റോഡിലെ ഇടിയങ്ങര ഷെയ്ഖിന്റെ പള്ളിയില് അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖ് മാമുക്കോയ തങ്ങളുടെ കബറിലെത്തി പരസഹസ്രം ഭക്തജനങ്ങൾ ഇന്നലെ നേർച്ച നടത്തി. 1997 നവംബർ 16 ഞായറാഴ്ച ഇറങ്ങിയ ചന്ദ്രികയിൽ വന്ന റിപ്പോർട്ടാണ്. എന്നിട്ട് പറയാൻ ഏത് അവയവത്തിനാണോ രോഗം ആ അവയവത്തിന്റെ രൂപത്തിലുള്ള അപ്പമുണ്ടാക്കി ഷെയ്ഖിന്റെ മഖ്ബറയിൽ നേർച്ച നൽകുകയാണ് അപ്പവാണിപ നേർച്ചയുടെ രീതി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി സൈനുദ്ദീൻ മുസ്ലിയാർ, ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ പതാക ഉയർത്തിയതോടെയാണ് നേർച്ച ആരംഭിച്ചത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി മഖ്ബറ പരിസരത്ത് നേർച്ച നൽകുന്നതിനായി പ്രത്യേക കൗണ്ടർ തുറന്നിട്ടുണ്ട്. ഉദ്ദേശ സാഫല്യത്തിനായി വരുന്നവർ ഈ കൗണ്ടറിൽ അപ്പവും പണവും നൽകും. നന്ദി ദാറുസലാം അറബി കോളേജ് കമ്മിറ്റിക്കുള്ളതാണ് നേർച്ചയുടെ വരുമാനം. അല്ലാഹു അലം ബി മുറാദി. സഹോദരങ്ങളെ, ഏതായാലും എന്താണ് ഇവിടെ പറഞ്ഞത്? പണക്കൗണ്ടർ വേറുണ്ട്, നേർച്ച വസ്തുക്കൾ കൊടുക്കാനുള്ള കൗണ്ടറും വേറുണ്ട്. ഈ നേർച്ച വസ്തുക്കൾ എന്താണ്? കയ്യിന്റെ വിരല് വളഞ്ഞതാണെങ്കിൽ
ഈ കയ്യിന്റെ വിരല് വളവ് നീരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? വിരലിന്റെ രൂപത്തിൽ ഒരു അപ്പുണ്ടാക്കുക. അതുപോലെ തന്നെ സഹോദരങ്ങളെ, മൂക്കിങ്ങനെ വളഞ്ഞു നിൽക്കുകയാണെങ്കിലോ ഈ മൂക്കിന്റെ രൂപത്തിൽ ഒരു അപ്പുണ്ടാക്കി കൊടുക്കുക. ചുണ്ടിന് മുച്ചിറിയുള്ള ആളാണെങ്കിലോ മുച്ചിരി ചുണ്ടിലൊരു അപ്പുണ്ടാക്കി കൊടുക്കുക. അതുപോലെ തന്നെ പറയാൻ പറ്റാത്തതൊക്കെ വലിയ വട്ടച്ചോറുണ്ടെങ്കിലോ അങ്ങനെ വലിയ വട്ടച്ചോറിന്റെ പോലത്തെ ഒരു അപ്പുണ്ടാക്കി കൊടുക്കുക. ഇങ്ങനെ അവയവങ്ങൾക്ക് കയ്യപ്പം, കാലപ്പം, കണ്ണപ്പം, മൂക്കപ്പം, കാതപ്പം, കാലപ്പം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അപ്പുണ്ടാക്കി കൊടുക്കുക. ഇങ്ങനെ അപ്പുണ്ടാക്കിയിട്ട് ആ രോഗം ശിഫയാകും. അപ്പൊ സഹോദരങ്ങളെ, മാരാരോഗമെന്ന് മനുഷ്യർ പൊതുവെ പറയുന്ന എയ്ഡ്സ് ഒക്കെ വന്നപ്പോ എന്താ ചെയ്യാ എന്ന ചോദ്യത്തിനൊന്നും മറുപടിയില്ല. നമുക്ക് വിനീതമായി ചോദിക്കാനുള്ളത്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം നേടുവാനും നരകത്തിന് വിട്ടു നിൽക്കുവാനും ആവശ്യമായ സകലതും പഠിപ്പിച്ച് ഇസ്ലാം ദീൻ പൂർത്തീകരിച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെയോ സ്വഹാബത്തിന്റെയോ ഇമാമുകളുടെയോ ഏത് കാലത്താണ് സഹോദരങ്ങളെ ഇങ്ങനെ ഒരു നേർച്ചാ സമ്പ്രദായം ഉണ്ടായത്? ഏത് അവയവത്തിനാണ് അസുഖം ആ അവയവത്തിൽ നേർച്ച കൊടുക്കുക? ആരാ പഠിപ്പിച്ചത്? ഇതിനെന്ത് പിൻബലമാണുള്ളത്? നാട്ടുനടപ്പനുസരിച്ച് ഈ ഒഴുക്കിന് തൊടുകുന്ന അന്ധകാരത്തിൽ, അന്ധവിശ്വാസത്തിൽ നമ്മുടെ തലയും നമ്മുടെ പണവും നമ്മുടെ സമയവും ചെലവഴിച്ചാൽ നാളെ റബ്ബിന്റെ കോടതിയിൽ ആരും നമ്മെ സഹായിക്കാനുണ്ടാവുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, അതിന്റെ പരസ്യങ്ങൾക്ക് വേണ്ടി കാതോർക്കുന്നവരെ, അതിലൂടെ വരുമാനമുണ്ടാക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരെ, അതിനു വേണ്ടി പിന്നെ സ്ഥലവും മറ്റു സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന, അതിലൂടെ വരുമാനം പ്രീതിപ്പെടുത്തുന്ന ആളുകളെ, ആ വരുമാനം നമുക്ക് വേണ്ട, ആ സമ്പത്ത് നമുക്ക് വേണ്ട. റബ്ബ് തൃപ്തിപ്പെട്ട ഹലാലായ ദുനിയാവുള്ളത് നമുക്ക് മതി. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, ദുനിയാവിൽ നീ ഹസനാക്കിയതെന്തോണ്ടോ അത് ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. പരലോകത്തുള്ള നന്മയും നൽകണേ. കത്തിച്ചൊലിക്കുന്ന നരകത്തെ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ. 7-ാം അധ്യായം സൂറത്ത് അറാഫ് 156 അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾക്ക് ദൂതനായി നിയോഗിച്ച റസൂലുള്ളാഹ് യുഹീലു ലഹും ത്വയ്യിബാതി വയുഹർരിമു അലൈഹിമുൽ ഖബായിസ് വയലഹു അൻഹും ഇസ്റഹും വല്ലഅലാലത്തി ഖാനത്ത് അലൈഹിം. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ സദാചാരം കൽപ്പിച്ചു, ദുരാചാരത്തെ വിലക്കി, ഹലാലായത് അനുവദിച്ചു, ഹറാമായത് നിഷിദ്ധമാക്കി. അതുകൊണ്ട് നിങ്ങളുടെ മുതുകിൽ ഭാരമേറിയ പൗരോഹിത്യത്തിന്റെ ചങ്ങലക്കെട്ട് ഇറക്കി വെച്ചു തന്നു. അതുകൊണ്ട് ആ റസൂലിനെ തൃപ്തിപ്പെട്ട്, ആ ദീനിനെ തൃപ്തിപ്പെട്ട്, ആ ഇസ്ലാമിനെ സഹായിച്ച് ആ റസൂലിന്റെ കൂടെ മുന്നോട്ട് പോകുന്നുവോ അവരാകുന്ന വിജയിച്ചവർ എന്നാണ്. ഇതോ റസൂലും സ്വഹാബത്തും ദീന് കാണാത്തൊരു കാര്യം, അല്ല പഠിപ്പിക്കാത്തൊരു കാര്യം, പിൽക്കാലത്ത് കടന്നു വന്ന അന്ധവിശ്വാസം, അത് സുന്നത്ത് ജമാഅത്തിന്റെ ഭാഗമായി നാട്ടുനടപ്പിന്റെ ഒഴുക്കിനത്ത് ഒഴുക്കി നാം ചെയ്താൽ സഹോദരങ്ങളെ, നാളെ പരലോകത്ത് ഹൗദുൽ കൗസർ എന്ന പാനീയം നമുക്ക് തടയപ്പെടുമെന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നാടുകളിൽ മുഴുവനും ഈ ഖബർ പൊക്കിക്കൊണ്ടേയിരിക്കുകയാണ്. പല്ലുകൾക്കിടയിലെ കോന്ത്രം പല്ല് പോലെ, ഈ പല്ലുകൾക്കിടയിലെ കോന്ത്രം പല്ല് പോലെ ജാറം പൊങ്ങുക. ജാറം താനെ പൊന്തല്ല, പൊന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ? അത് വലിയ വരുമാന മാർഗമാണ് സഹോദരങ്ങളെ. ഈ വരുമാന മാർഗം ഈ സമൂഹത്തിൽ ചില പണ്ഡിതന്മാർ ഒറ്റക്കും സംഘടിതമായി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ഇപ്പൊ നമ്മുടെ ഈ ഇടിയങ്ങര ഷെയ്ഖിന്റെ മഖ്ബറയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. ഞാനത് വിശദീകരിക്കേണ്ടതില്ലല്ലോ, അത് ശ്രുതിപ്പെട്ട കാര്യമാണല്ലോ. നമ്മുടെ കാതിരിക്കോയ എന്ന് പറയുന്ന വ്യക്തി, ഇടിയങ്ങര സ്വദേശി, അത് 25,000 രൂപക്ക് അന്ന് നന്ദിക്കാർക്ക് വിറ്റ് തടിമെന്ന് തൊഴിച്ചാക്കി, അതിന്റെ ഗൗരവം മനസ്സിലാക്കി ആദർശം ഉൾക്കൊണ്ട് മുജാഹിദായ വ്യക്തിയാണ്. എന്നാ സഹോദരങ്ങളെ, അത് കിതാബ് ഷാഫി മതം അനുസരിച്ച് പോലും അത് ഹറാമാണെന്നും ശിർക്കിലേക്കുള്ള മാർഗമാണെന്നും, ആ ഖബർ കെട്ടിയുയർത്തുകയോ അതിൽ ഖബറാളികൾ വിളിച്ച് പ്രാർത്ഥിക്കുകയോ ചെയ്താൽ അത് ശിർക്കാണെന്നും വ്യക്തമായി പഠിച്ച മുസ്ലിയാക്കന്മാർ പറഞ്ഞു, അത് വേണ്ട, അങ്ങോട്ട് തന്നോളീന. അതാണല്ലോ നമ്മുടെ ഷാദുലി പള്ളിയുടെ ചരിത്രം, അല്ലേ? ഷാദുലി പള്ളിയിൽ സാമുദായിക നേതാക്കന്മാർ മദ്യം പറഞ്ഞു മുജാഹിദ് സമസ്ത തർക്കം ഉണ്ടായപ്പോ എന്താ പറഞ്ഞത് സമസ്തക്കാര്? പള്ളി ഒരിടത്തോട്ടെ ജാറ ഞങ്ങൾക്ക് എന്നാണ്. അതെന്താ? പള്ളി പരിപാലിക്കണമെങ്കിൽ എത്ര പണിയുണ്ട്? അവിടെ വന്ന് നിസ്കരിച്ചാൽ പ്രത്യേക കൂലിയുണ്ടോ ഈ ലോകത്ത്? അവിടെ വന്ന് അത് പരിചരിച്ച ഈ ലോകത്ത് വല്ല സ്ഥാനം പവിത്രതയും കിട്ടും? ഒന്നും കിട്ടൂല. 4 ആൾക്കാരുന്ന് വെള്ളമില്ലെങ്കിൽ, അതേപോലെ തന്നെ സഹോദരങ്ങളെ അവിടെ മര്യാദക്ക് ഇമാമില്ലെങ്കിൽ അതിന്റെ ചീത്തേക്കുന്നല്ലാതെ ജാറം കൊണ്ട് ഈ ലോകത്ത് ഗംഭീര വരുമാനമാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല. പല ദർസുകളും നടത്താൻ പ്രയാസപ്പെടുമ്പോൾ കമ്മിറ്റിക്കാരോട് അവിടുത്തെ സഖാഫികൾ, ഫൈസിമാര്, ദാരിമിമാര് പറയുന്നത്, നിങ്ങൾ ബേജാറാകണ്ട, നമ്മളൊരു ജാറം പൊക്കിക്കോളാം. ഇങ്ങനെ സുന്നി അഫ്കാറിൽ പണ്ട് ഒരു ലേഖനം വായിച്ചതായി എനിക്ക് ഒരു ഓർമ്മയുണ്ട്. അഥവാ
മനുഷ്യരുടേതാണെന്നോ മൃഗങ്ങളുടേതാണെന്നോ അറിയാത്ത മൺകൂനകൾ ഉയർന്നു വരുന്നു. എന്നിട്ട് ഈ മൺകൂനകൾക്കെതിരെ വിമർശിച്ചുകൊണ്ട് എഴുതിയ ഒരു ലേഖനത്തിൽ ഒരു സംഭവം പറയാണ്. എന്താ നിങ്ങള്, ഒരു മഹല്ലില് ഈ ദർസിലുള്ള മുതഅല്ലിമീങ്ങൾക്ക് ഉസ്താദന്മാർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല. കമ്മിറ്റിക്കാരോട് അവിടുത്തെ ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ ബേജാറാകണ്ട, ഞാൻ നാളെ സുബഹിക്ക് ശേഷം നല്ലൊരു കഥ, ഒരു സ്വപ്ന കഥ നമ്മളെ ഉമ്മത്തിന് മുമ്പിൽ കാച്ചും, നിങ്ങൾ നിശബ്ദമായി ഇരുന്നാൽ മതി, ബാക്കിയൊക്കെ ഞാനാണ് ചെയ്തോളാണ്. ആയിക്കോട്ടെ ഉസ്താദ്. അങ്ങനെ ഇദ്ദേഹം ചെയ്തു. സുബഹി നമസ്കാരത്തിന് ശേഷം ഒരു ക്ലാസ്. പ്രിയപ്പെട്ടവരെ ശ്രോതാക്കളെ, ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ ഈ പ്രദേശത്ത് ഒരു വലിയ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെന്നും ആ ഔലിയാഇന്റെ കറാമത്തിനെ ആദരിച്ചുകൊണ്ട് ആ വലിയനെ നമ്മൾ ബഹുമാനിക്കണമെന്നും എന്നോട് പറഞ്ഞു. എവിടെയാണത് പ്രത്യക്ഷപ്പെട്ടത് ഉസ്താദ്? നമ്മുടെ ബാത്റൂമിന്റെ വടക്ക് വശത്ത് ആ വലിയ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. എല്ലാരും കൂടി അങ്ങോട്ട് പോയി നോക്കി. അപ്പൊ സംഭവം എന്താ? ഉസ്താദ് മൂത്രയിക്കാൻ വേണ്ടി സഹോദരങ്ങളെ പോയ സമയത്ത് ആ വടക്ക് വശത്ത് ഇങ്ങനെ ഒരു ചെറിയ മൺകൂന ഇങ്ങനെ കണ്ടു, ഉയർന്നു നിൽക്കുന്ന സ്ഥലം. അവിടെ ഒന്ന് പോയി നോക്കിയിട്ട് വന്നപ്പോൾ മൂപ്പർക്ക് ഒരു ഐഡിയ തോന്നിയത് എന്തൊരു ജാറാക്കിയാലെന്താണ്. അപ്പം മൂപ്പര് സ്വപ്നക്കഥന് കാച്ചി. എന്നിട്ട് പറഞ്ഞു, എന്ത് ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്, ഇന്ന സ്ഥലത്ത് നമ്മുടെ മഹലിൽ വലിയ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ കറാമത്ത് ബോധ്യപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ആദരിക്കൽ നിർബന്ധമാണ്. ഉടനെ തന്നെ ഉസ്താദിന്റെ കൂടെ ആളുകൾ വന്നു. ഈ ഉയർന്ന സ്ഥലം കണ്ടു. കാട്ടുതീ പോലെ വാർത്ത പറഞ്ഞു, പ്രദേശത്ത് വലിയ വന്നിട്ടുണ്ട്. കാരണം എന്താ, അബ്ബല എഴുതി വെച്ചിട്ടുണ്ട്, ഔലിയാക്കന്മാർക്ക് മത്സ്യങ്ങളെ പോലെ ഭൂമിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ പറ്റും. അതുകൊണ്ടാണല്ലോ തിരൂര് വി പി അങ്ങാടിയിൽ യാഹൂദങ്ങൾ പാപ്പാക്ക് 2 കബർ അല്ലേ? യാഹൂദങ്ങൾ പാപ്പാക്ക് 2 കബർ. എന്താ, ഒരു വ്യക്തിന്റെ 2 ഭാഗത്തും സിയാറത്തും വരുമാനം നടക്കണ്. എന്താ അതിന്റെ ചരിത്രത്തിൽ ഓല് പറയുന്നത്? യാഹൂദങ്ങൾ പാപ്പ മരിച്ചു, മയ്യത്തിന് വേണ്ടി കടിപിടിയായി. കാരണം അത് കിട്ടിയാൽ പിന്നെ ചക്കരക്കുടത്ത് കൈയിട്ടാൽ നക്കാത്തോലില്ലല്ലോ. അതിനുവേണ്ടി തമ്മിൽ അടിയായപ്പോൾ യാഹൂദങ്ങൾ പാപ്പാന്റെ കറാമത്ത് പറയുന്ന പുസ്തകത്തിൽ കാണാം, സുബ്ഹാനല്ലാഹ്, യാഹൂദങ്ങൾ പാപ്പ എഴുന്നേറ്റു, മരിച്ച യാഹൂദങ്ങൾ പാപ്പ എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ 2 ഭാഗത്തും കബർ കുഴിച്ചോളൂ, ഞാൻ മാറി മാറി വന്ന് കിടന്നോളാ. അങ്ങനെ 2 ഭാഗത്തിപ്പോ ഉറൂസും ആണ്ടും തമ്മിലടിയും പിടിയും പ്രശ്നവും ഒക്കെ നടക്കുന്നുണ്ട്. ഇതുപോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് സംഭവിച്ചത്? ഈ ഉയർന്നു നിൽക്കുന്ന സ്ഥലം അതിനകത്തൊരു വലിയുണ്ടെന്ന് കാട്ടുതീ പോലെ പടർന്നു. വലിയ വലിയ ആലിമീങ്ങളൊക്കെ ആ കബർ കെട്ടുമ്പോ അതിലേക്ക് ഒരു കല്ലെടുത്ത് വെക്കണ വലിയ പുണ്യകർമ്മമാണല്ലോ. ഒരു സിമന്റ് വെച്ച ചട്ടിയെങ്കിലും ഒന്ന് കുറത്തിടാ. അതിനു വേണ്ടി ആലിമീങ്ങളൊക്കെ വന്ന് എല്ലാവരും തയ്യാറായി, പണിക്കാരൊക്കെ റെഡിയായി. അങ്ങനെ റെഡിയായി സഹോദരങ്ങളെ, ഇലാഹലത്തേക്ക് ദുആയൊക്കെ കഴിഞ്ഞ് ജാറ കെട്ടാൻ വേണ്ടി നിന്നപ്പോ മണ്ണിന് ചെറിയൊരു ഇളക്കം ഇങ്ങനെ മുകൾ ഭാഗത്ത്. അപ്പൊ സംശയം തോന്നിയപ്പോ പറഞ്ഞു, ഒന്ന് കൊത്തി നോക്കുകയാണ്. ഒരു കൊത്താള് കൊത്തിയപ്പോണ്ട് സുബ്ഹാനല്ലാഹ്, ആമ ഈ മൂത്രപ്പരന്റെ സൈഡിൽ ഈർപ്പുള്ള സ്ഥലമല്ലേ എന്നൊക്കെ അവിടെ വന്ന് മുടടാൻ വേണ്ടി മണ്ണ് മേലക്കാക്കി. ആമ എങ്ങനെയാണല്ലോ അങ്ങനെ പതിഞ്ഞിങ്ങനെ ഇരിക്കുക. സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു 10 മിനിറ്റ് എങ്ങാനും പേച്ചണമെങ്കിൽ ആമ വലിയുള്ളാഹി ഒരു ഖബറയായാണ് മാറും അല്ലേ? അവസാനം വന്നോലൊക്കെ മാനം കെട്ട് ഉസ്താദിന്റെ സ്വപ്നത്തിന്റെ സ്ഥിതിയും ആൾക്കാർക്ക് മനസ്സിലായി, അതോടുകൂടിയാണ് പിരിഞ്ഞു പോകുന്നത്. അല്ലാതെ എന്താ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പൊന്നാനി കടപ്പുറത്ത് മുനമ്പത്ത് ബീബിയുടെ പിന്നെ ജാറമുണ്ട്, ഫാത്തിമത്ത് സുഹറ റളിയല്ലാഹു അൻഹാ എന്നാ പറഞ്ഞു. എന്താ ഫാത്തിമത്ത് സുഹറ? EK വിഭാഗവും AP വിഭാഗവും അതിനെ പ്രശംസിച്ചിട്ടുണ്ട്, അതിലേക്ക് ആളുകളെ ക്ഷണിച്ചിട്ടുണ്ട്. അത് ബീബിയാണെന്ന് മുദ്രകുത്തി കൊടുത്തിട്ടുണ്ട്. വലിയ ആലിമീങ്ങൾ അവിടുത്തെ ആണ്ട് നേർച്ചക്ക് ദുആവും അതുപോലെ തന്നെ ഉദ്ഘാടനങ്ങളൊക്കെ നടത്തി കൊടുത്തിട്ടുണ്ട്. എന്താ ഇതിന്റെ അവസ്ഥ? ഊരും പേരറിയില്ല, ശുഹറത്തൊട്ടും കുറവില്ല, ബഹുമാനം നിറഞ്ഞുള്ള നാടീനല്ല, വെളിയങ്കോട്ടും മരകാലി കുഞ്ഞുമരക്കാരി ഷഹീദ് ബഹുമാനേരൊക്കെ പറ്റ നാട്. ഊരും അറിയില്ല, പേരും അല്ല, പിന്നെ എങ്ങനെ ബീബിയെന്ന് മനസ്സിലായി? അത് വെളിയങ്കോട്ട് ഉമ്മർകാലിയൊക്കെ നടന്ന നാട്ടിലല്ലേ ഈ മയ്യത്ത് കളഞ്ഞത്. ഇപ്പൊ സുകുമാർ അഴീക്കോട് എന്ന് പറഞ്ഞാൽ ആ നാടിന് തന്നെ പ്രശസ്തി സുകുമാറിനെ കൊണ്ടാണ്. അപ്പൊ ഞാൻ അഴീക്കോട്ടുകാരനാന്ന് ചോദിച്ചാൽ അപ്പ നമ്മളോട് ചോദിക്കല്ല, സുകുമാറിന്റെ എവിടെ, വീടിന്റെ അപ്പുറത്താണോ അങ്ങാടിയിലാണോ, അങ്ങനെ ആ ക്രെഡിറ്റാണ്. അതുപോലെ വെളിയങ്കോട്ട് ഉമ്മർകാലി കുഞ്ഞുമരക്കാരൊക്കെ നടന്ന നാട്ടിലല്ലേ ഈ ജാനകിന്റെ മയ്യത്ത് കിട്ടിയേ, അതുകൊണ്ട് ഓള് ഫാത്തിമത്ത് സൂറ. അങ്ങനെ വലിയാക്കുകയാണെങ്കിൽ അബൂജഹൽ ഉത്തുബത്തിന്റെ ഒക്കെ ജാറത്തിന്റെ സബ്ബങ്ങൾ ഇവിടെ തുറന്നോളി. കാരണം ഓലൊക്കെ അല്ലാഹുവിന്റെ റസൂൽ നടന്ന നാട്ടിൽ കൂടെ അല്ലേ നടന്നത്. ഇതിനേക്കാളും പോലീസ് എന്തായാലും റസൂലുള്ളാഹിന്റെ കാൽപാദങ്ങൾക്കില്ലേ, ബദരീങ്ങളുടെ കാൽപാദങ്ങൾക്കില്ലേ? എന്ത് പിടിത്താണ് ഈ പറയുന്നത്?
അപ്പൊ ചിന്തിക്കൂല. ചിന്തിച്ചാ സത്യത്തിൽ എന്താവും? മുജാഹിദാവും, അല്ലെങ്കിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശത്തിൽ വരും. ചിന്തിക്കാതെ ക്ലും നിറഞ്ഞാൽ മുഴുങ്ങാ വേണ്ടത് അല്ലേ? അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇവിടെ ഷാദുലി പള്ളിയുടെ ചർച്ച വന്നപ്പോൾ പറഞ്ഞു, പള്ളിങ്ങൾക്ക് എടുത്തോളി, ജാറ ഞങ്ങൾക്ക് എന്നാളേ. കാരണം അത് വലിയ വരുമാനമാണ്. എന്നിട്ട് ഈ രൂപത്തില് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഇടിയങ്ങര ശൈഖിന്റെ പള്ളി മജീദ് മുസ്ലിയാര് ഇമാമായി സ്ഥാനമേറ്റുകൊണ്ട് ഇവിടെ സഹോദരങ്ങളെ പ്രവർത്തിച്ചപ്പോൾ അദ്ദേഹത്തിനെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുകയും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും മജീദ് മുസ്ലിയാര് തെറ്റിപ്പോയി പദവി ശൈഖിന്റെ മഖബറ വിലക്കെടുത്ത് അങ്ങനെ അവിടെ കടപ്പുറത്ത് ചാരം കെട്ടിയതാ വരുമാനമുണ്ടാക്കുന്നു. ഇവർക്കൊക്കെ ദീനിനോടുള്ള താല്പര്യം സമ്പത്തിനോടുള്ള താല്പര്യമാണ്. അപ്പൊ ഇത് സുന്നത്യമായത്തല്ല, ഇത് സമ്പത്തിയമായത്താണ്. അതുകൊണ്ടാണല്ലോ വലിയ എന്ന് പറയുന്ന ആ ഒരു ഗുണം ഇസ്ലാം ആർക്കാണോ പറഞ്ഞത് അത് ഇവർ പറഞ്ഞ വലിയമാർക്ക് ഉണ്ടാക്കൂല. മുറുക്കി തുപ്പി ദാടിയൊക്കെ കട്ട പിടിച്ച് നഖം നീട്ടി മലമൂത്ര വിസർജനം ചെയ്യാതെ അങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടന്നാ അപ്പ സമുദായം ഒന്ന് പിടികൂടി അള്ളാന്റെ വലിയ എത്തിയിട്ടുന്നു. ഏതെങ്കിലും വല്ല കഞ്ചാവ് കേസിലോ പെണ്ണ് കേസിലോ ഒക്കെ പിടികിട്ടാ പുള്ളിയായിട്ട് വയനാട്ടിക്കോ കാസർഗോട്ടിക്കോ പണ്ടൊക്കെയാണ് മുങ്ങല. മുങ്ങിയിട്ട് അവിടെ എവിടെയെങ്കിലും കുളിക്കാനും തിരുമ്പാനും ഗതിയില്ലാതെ മൂലക്കൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ചടകുത്തും. ചോദിച്ചാൽ നിങ്ങൾ എവിടുന്ന? ഉണ്ടൂല. നിങ്ങളെന്താ പേരെന്താ ഉസ്താദ്? ഉണ്ടൂല. അങ്ങനെ മുണ്ടാതിരുന്ന 4ാമത്തെ ദിവസം ഔലിയ വന്ന്, പിന്നെ ഔലിയക്ക് റൂം എടുത്തവർക്കലായി, ചിങ്കിടിയാളായി, ചികിത്സയായി, അവിടെ വലിയ സംരംഭമായി. അവസാനം 1-2 കല്യാണം കഴിച്ച് പള്ളിയിലുണ്ടാക്കി ഒറ്റ മുങ്ങല. മുങ്ങിയാൽ ഡ്യൂപ്ലിക്കേറ്റ് ഔലിയ, മുങ്ങിയിട്ടില്ലെങ്കിൽ ഒറിജിനൽ ഔലിയ. ഇതല്ല ഇപ്പൊ മാനദണ്ഡം ഔലിയാക്കന്മാരെ വേർതിരിക്കാൻ. അന്ന് നമ്മൾ പറഞ്ഞു കൂട്ടരെ ഇതൊക്കെ തട്ടിപ്പാണ്, വ്യാജ സിദ്ധന്മാരാണ്. അന്ന് നമ്മളെ തലക്ക് കോയിമുട്ടോണ്ട് എറിഞ്ഞ് അള്ളാന്റെ ഔലിയാക്കളോ ഹാവി കളിയാക്കണല്ലോ. ഇപ്പോഴോ തമ്മിൽ പറയാണെന്ത് മനുഷ്യനാണോ മൃഗാണോ എന്നറിയാത്ത മൻകൂലകൾ കേരളത്തിലുണ്ട്. ആരാധുണ്ടാക്കിയേ, ആരാധന പ്രോത്സാഹനം കൊടുത്തേ നമ്മളല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പൊ CM മടവൂര്, ഈ കോഴിക്കോട്, പ്രിയപ്പെട്ടവരെ, പിന്നെ അടുത്ത പ്രദേശത്ത് MK റോഡ്, നമ്മുടെ പടന്നയില് യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണല്ലോ. ആ പടന്ന പള്ളിയില് മുകളിലിരിക്കുകയല്ലാതെ ഒരു ഭക്തന് പോലും പള്ളിനുള്ളിൽ നിസ്കരിക്കാൻ വരാറില്ല. അതുകൊണ്ടാണ് CM വലിയുള്ളതിന്റെ കറാമത്ത് എഴുതിയ പുസ്തകത്തിൽ തന്നെ അബൂബക്കർ ഹാജി നിസ്കരിക്കാറില്ല CM മടവൂർ എന്ന പരാതി കേട്ട് ടെൻഷനായി വീട്ടിൽ ചെന്നപ്പോ നിസ്കരിക്കുന്നത് കണ്ടു എന്നല്ല, എന്താ നിങ്ങൾ നിസ്കരിക്കാത്തത് എന്ന് പലരും ചോദിക്കുന്നുണ്ട്. നിങ്ങൾ നിസ്കരിക്കാറില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉടനെ മടവൂർ ശൈഖ് കൈ നീർത്തിക്കൊടുത്തു. അതാ കയ്യിൽ സ്ക്രീൻ തെളിയുന്നു. മൂപ്പർ അന്നേ ക്ലിപ്പിട്ട് കാണിക്കാൻ തുടങ്ങി. അങ്ങനെ ക്ലിപ്പാണ് ഇട്ടെടുത്തു. എന്താ ക്ലിപ്പുള്ളത്? സഹോദരങ്ങളെ, പരിശുദ്ധ ഹറമില് നിസ്കാരം നടക്കുകയാണ്. നിസ്കാരം നടക്കുമ്പോൾ സൂക്ഷിച്ചു നോക്കി അബൂബക്കർ ഹാജി. ആരാ ഇമാമ്? മടവൂര് ശൈഖ് തന്നെ. എങ്ങനെ ഇപ്പൊ ഇവിടെ നിൽക്കണ മടവൂര് അവിടെ പോയി അതുണ്ട്. അതാണ് ഇന്നൽ വലിയ. തീർച്ചയായും ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞാൽ അവർക്ക് യഥാർത്ഥത്തിൽ 40 തടി ഉണ്ട് പോലിക്കുന്ന. ഒരു തടി പടങ്ങാൻ നിൽക്കണം നോക്കണ്ട. വേറെ തടി നിസ്കരിക്കുന്നു, വേറെ തടി യഥാ സക്കാത്ത് കൊടുക്കുന്നു, വേറെ തടി യഥാ ഇബാദത്തിൽ മറ്റു സൽക്കർമ്മങ്ങളിൽ മുഴുകിയിരിക്കുന്നു. അങ്ങനെ ആയിരിക്കുന്നു, ഇങ്ങനെ ആയിരിക്കുന്നു. എന്നാ തിന്നാനോ അത് ഒറിജിനൽ പള്ളിയും വേണം, ഒറിജിനൽ തടിയും വേണം. പണ്ട് മലപ്പുറം ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനം എന്ന അരീക്കോട് പട്ടണത്തിൽ സഹോദരങ്ങളെ ഒരു വ്യാജ സിദ്ധം വന്നു. എന്താ മൂപ്പരെ കറാമത്ത് അറിയോ നിങ്ങള്? മൂപ്പരെ കറാമത്ത് എന്താന്ന് ചോദിച്ചാല്, മൂപ്പർക്ക് ഭക്ഷണം വേണ്ട. അല്ല, മൂപ്പർക്ക് ഭക്ഷണം വേണം, പക്ഷെ വിസർജിക്കൂല. സ്വർഗത്തെ സിഫത്താ. എങ്ങനെ ഇപ്പൊ ഇവിടെ കിട്ടി? അതെന്താ വെച്ചാല് കാലങ്ങളോളം കാട് പിടിച്ചെടുക്കുന്ന പള്ളിക്കുളം ഉണ്ട്, ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കാതെ. അവിടെയാണ് മൂപ്പരെ കറാമത്ത് വേസ്റ്റ് ഒഴിവാക്കല്. ആരും കാണൂലല്ലോ. ഇത് അറിഞ്ഞ മുജാഹിദ് പ്രവർത്തകർ എന്ത് ചെയ്തു? വീട്ടിക്ക് ക്ഷണിച്ച് നല്ല മുരിങ്ങിയും വെറുംചോറും കൊടുത്തു. അങ്ങനെ വെള്ളിയാഴ്ച അതൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഏകദേശ സഹോദരങ്ങളെ ഒരു അസറിന്റെ സമയമായപ്പോ എല്ലാരും കൂട്ടിയിട്ട് കുളത്തിന്റെ അടുത്തേക്കാണ് ചെന്ന്. എന്നിട്ട് പറയുതാ, ഞങ്ങൾ കൊടുത്ത മുരിങ്ങൻ്റെ നീ പൊന്തിക്കണത്, മൂപ്പര് വിസർജിക്കാറില്ല, പച്ച നുണയാണ്. അതോടുകൂടി അവിടെ ആ കഥ തീർന്നു. പിന്നെ 40 തടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഡയലോഗ് അടിച്ചു നോക്കി. പൊയി കൊണ്ടിട്ടാണ് മുക്കി, അരീക്കോട് ചാലിയാറിൽ മുക്കിയിട്ട് ഇങ്ങനെ ശ്വാസം മുട്ടി പുറത്തേക്കിട്ട് വന്നപ്പോ എത്ര തടി ഉണ്ട് ചോദിച്ചു. ഇങ്ങനെ ആക്കി. ശരിയായിട്ടില്ല, ഒന്നും കൂടി മുക്കിയിട്ട് ശ്വാസം ഇങ്ങനെ മുട്ടി 2ാമത് പൊക്കി. എത്ര തടി ഉണ്ട് ചോദിച്ചു. 2 ശരിയായിട്ടില്ല, മുക്കി ഒറ്റ തടി തന്നെ ഉള്ളതാണ്. എന്നാ പോയി കുളിച്ച് നിസ്കരിക്കുകയാണ്. എന്ത് വലിയ സഹോദരങ്ങളെ ഇത് ഏത് ശരീഅത്താണ്? ഈ രൂപത്തിലുള്ള സംവിധാനങ്ങൾ
സമൂഹത്തില് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നടക്കുമ്പോൾ ഇതിനൊക്കെ സ്റ്റാൾ ബുക്ക് ചെയ്യുന്നവരും സ്റ്റാൾ അനുവദിച്ചു കൊടുക്കുന്ന ആളുകളും എത്രമാത്രം വലിയ കുറ്റകരമായ പ്രവർത്തനത്തിനാണ് കൂട്ടുനിൽക്കുന്നത്. നാളെ പരലോകത്ത് പടച്ചു തമ്പുരാന്റെ കോടതിയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ നമ്മൾ കടന്നു വരും. അതുകൊണ്ട് തന്നെ അള്ളാഹു അവന്റെ റസൂലോ നമുക്ക് മതമായി നിശ്ചയിച്ചിട്ടില്ലാത്ത കാര്യങ്ങള് അത് പ്രവർത്തിക്കുന്ന ആളുകളോട് നാളെ പരലോകത്ത് പടച്ചു തമ്പുരാൻ പറയും, കുറ്റവാളികളെ നിങ്ങൾ വേറിട്ടു നിൽക്കുക. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, പാലിനേക്കാൾ വെളുപ്പുള്ളതും തേനിനേക്കാൾ മധുരമുള്ളതും കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതുമായ ഔദുൽ കൗസർ എന്ന പാനീയം ഞാൻ എന്റെ ഉമ്മത്തിന് മുക്കിക്കൊടുക്കുമ്പോ ഒരു വിഭാഗം ആളുകളതാ ദൂരെ മാറി നിൽക്കുകയാണ്. അവർക്ക് ഇങ്ങോട്ട് വരാൻ കഴിയാതെ തടസ്സപ്പെടുകയാണ്. ഞാൻ അവരെ വിളിക്കുമ്പോ അവരെന്റെ അരികിലേക്ക് വരുമ്പോ സുമ്മയുഹാലി ബൈനി വ ബൈനഹും, എനിക്കും അവർക്കും ഇടയിൽ അല്ലാഹു ഒരു മറ ഇടുകയാണ്, ഒരു തടസ്സം അല്ലാഹു ഏർപ്പെടുത്തുകയാണ്. അപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയും, ഇന്നഹും മിന്നീ, അവർ എന്റെ ഉമ്മത്താണ് റബ്ബേ, അവരെ ഇങ്ങോട്ട് വിടണേ. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുമെന്ത്, ഓ മുഹമ്മദ് നബിയേ, ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക്, താങ്കൾക്ക് ശേഷം ഈ ദീനിൽ എന്തൊക്കെ പുത്തനാചാരങ്ങളാണ് അവരുണ്ടാക്കിയത് താങ്കൾ അറിഞ്ഞിട്ടേയില്ല. എന്തോ ഇത് പുത്തനാചാരമാണ്. അങ്ങനെയുള്ള ആളുകൾ, അതിന് കൂട്ടുനിന്നവർ, സമ്പത്ത് പിരിച്ചു കൊടുത്തവർ, അതിന്റെ സഹോദരങ്ങളെ പിന്നെ ടോക്കൻ വാങ്ങിയവർ, അതിന്റെ റസീറ്റ് ചീന്തിയവർ, എല്ലാവർക്കും അതിൽ പങ്കാളിത്തമുണ്ട്. നാളെ റബ്ബിന്റെ കോടതിയിൽ ഒരു ജാണ് സൂര്യന്റെ ചുവട്ടില് പാപത്തിന്റെ തോതനുസരിച്ച് വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് ഔദുൽ കൗസർ എന്ന പാനീയം കുടിക്കാൻ സഹോദരങ്ങളെ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ബിദഅത്ത് ചെയ്ത് അനാചാരം ചെയ്ത് അന്ധവിശ്വാസങ്ങൾക്ക് കൂട്ടുനിന്ന് ഈ രൂപത്തിൽ പ്രവർത്തിച്ചവർക്ക് ഔദുൽ കൗസർ ഇല്ല. റസൂലുള്ളാഹി ആട്ടിയകറ്റുകയാണ്, സുഹ്കം വസുഹ്കൽ ലിമൻ യുഗയ്യിറ ബഅദി, എന്റെ കാലശേഷം ദീനിനെ മാറ്റിമറിച്ച പുത്തൻവാദികളെ കടന്നു പോകൂ നിങ്ങളെന്നാണ്. അതുകൊണ്ട് പ്രപഞ്ച സിട്ടാവായ റബ്ബിനോട് മാത്രമേ നമ്മൾ ദുആ ചെയ്യാവൂ, അവനിൽ മാത്രമേ നമ്മൾ വരമേൽപ്പിക്കാവൂ. ഉറുക്ക്, ഏലസ്, ഐക്കല്ല്, മന്ത്രി ചൂതിയ പൈശാചിക നൂല്, തകിട്, അതുപോലെ ബർക്കത്തിന്റെ നാണയങ്ങൾ, അതുപോലെ തന്നെ ഉപദ്രവം തടയും ഉപകാരം കിട്ടുമെന്ന് വിചാരിച്ച് തൂക്കുന്ന കുപ്പികൾ, ഇതൊക്കെ ശിർക്കിന്റെ ചിഹ്നങ്ങളാണ്. ഇതെല്ലാം പൈശാചിക ചിഹ്നങ്ങളുടെ ഭാഗമാണ്. ഇതൊരിക്കൽ പിശാച് മനുഷ്യനെ വഴിതെറ്റിക്കുവാൻ വ്യത്യസ്ത രൂപങ്ങളിലൂടെ ഉണ്ടാക്കുന്നതാണ്. ആ രൂപം സഹോദരങ്ങളെ ഇസ്മിന്റെ രൂപമായി, സിഹറിന്റെ രൂപമായി, ജ്യോത്സ്യന്മാരുടെ രൂപമായി, അതുപോലെ വ്യാജ കേന്ദ്രങ്ങളുടെ രൂപമായി സമൂഹത്തിൽ നടക്കുമ്പോൾ ഈ ആത്മീയ ചൂഷണങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് നമ്മുടെ പാരത്രിക ലോകം നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിനോട് മാത്രമാണ് ദുആ ചെയ്തത്. ആ ദുആഇന്റെ പരിധിയിലുള്ള ഇസ്തിആസയും റസൂൽ അല്ലാഹുവിനോടാണ് നടത്തിയത്. അത് അല്ലാഹുവിനോട് മാത്രമേ നടത്താവൂ. അത് പറയുന്നവരാണ് മുജാഹിദുകള്. അല്ലാഹുവിന്റെ കൂടെ മറ്റൊരു പടപ്പിനെയും വിളിച്ചു തേടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, അത് അല്ലാഹു അല്ലാത്തവർക്ക് നൽകിയാൽ നരകം ശാശ്വതമാണ്, അമലുകൾ മുഴുവനും പൊളിഞ്ഞു പോകുന്നതാണ്. അതുകൊണ്ട് ഇതിന്റെ ഭാഗമായി സമൂഹത്തിൽ നടക്കുന്ന അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ നാട് നീളെ ഗംഭീരമായി കൊഴുക്കുമ്പോൾ, അതിന് ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ ആ ഒഴുക്കിനെതിരെ നീന്താനുള്ള ത്രാണിയും നട്ടല്ലും ഈമാനും സ്വരൂപിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകൾ അല്ലാഹു തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുവേ, ഈ അന്ധവിശ്വാസങ്ങളുടെ കരാളഹസ്തത്തിൽ അമർന്ന ആളുകൾക്ക് ഹിദായത്ത് നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ സംസാരം ജനമനസ്സുകളിൽ സ്വാധീനമുണ്ടാക്കി തരണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ സഹോദരന്മാർ, അതുപോലെ തന്നെ ആദർശ ബന്ധുക്കൾ ഹോസ്പിറ്റലുകളിൽ അസുഖമായി കിടക്കുന്നവരാണ്. ICUയിലും അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിലും അതുപോലെ തന്നെ വീടുകളിലും ഈ സദസ്സിലും വരെ അസുഖമായ ആളുകളുണ്ട്. റബ്ബേ, അവർക്ക് ആ അസുഖത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് ശിഫ നൽകണേ തമ്പുരാനെ. അവരെ നാഥ നീ ആരോഗ്യപൂർവ്വത്തോടുകൂടി ഇബാദത്തുകൾ ചെയ്ത് ജീവിച്ച് ഈമാനോട് മരിക്കാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ് ഇശ്ഫി അന്ത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക് ശിഫാഅൻ ലാ യുഗാദിറു സഖമ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അസ്സലാമു അലൈക്കും.